ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. എന്റെ എല്ലാ മക്കൾക്കും ഗുഡ് മോർണിംഗ്. ഡാ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നില്ലേ? നമ്മള് ഓരോ ചാപ്റ്റേഴ്സ് അല്ല 2 ചാപ്റ്റേഴ്സ് വെച്ച് ഓരോ ലൈവിലും നമ്മൾ പഠിച്ചു തീരുകയായിരുന്നു അല്ലെ. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ പോവാണ്. എന്റെ മക്കൾ എല്ലാവരും റെഡി ആണെങ്കിൽ മിസ് തുടങ്ങട്ടെ. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നോക്കിയാലടാ. യെസ്, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന ചാപ്റ്റർ ആണ്. ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അധികം സംഭാഷണങ്ങളൊന്നുമില്ലാതെ നമുക്ക് വേഗം എങ്ങോട്ട് പോകാം, കോൺവെർസേഷൻ ഒക്കെ നിർത്തി നമുക്ക് എന്താണ് പഠിക്കാൻ പോകാം. അപ്പൊ റെഡി അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. എന്റെ എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എന്നെ ക്ലാസ്സിൽ ഇരിക്കാം. മിസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്തു തരാം. സോ ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒന്ന് ഷോർട്ടായിട്ട് എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നോക്കാം അല്ലേ. ഒന്ന് ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കണേ. This lesson tells about the Soviet Union. So, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ചിട്ടാ? സോവിയറ്റ് യൂണിയനെ കുറിച്ചിട്ടാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വേൾഡിലെ 2 സൂപ്പർ പവേഴ്സ് ആണ് സോവിയറ്റ് യൂണിയനും USS നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലെ സോവിയറ്റ് യൂണിയനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. How the Soviet Union came to exist, developed itself, and how it had faced the disintegration due to Cold War in the end. അല്ലേ? സോവിയറ്റ് യൂണിയൻ എങ്ങനെ ഫോം ചെയ്തു, എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതേപോലെ തന്നെ കോൾഡ് വാറിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു, അവസാനം എൻഡ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡിസിൻറ്റഗ്രേഷൻ ഒക്കെ നമ്മൾ പഠിക്കും. ദ സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്തത് എപ്പോഴായിരുന്നു മക്കളെ? 1917 സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തത്? ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ ഇൻസ്പയർ ചെയ്തിട്ട് ഫോം ചെയ്തതായിരുന്നു നമ്മുടെ സോവിയറ്റ് യൂണിയൻ. ജോയിൻ ദ വിക്ടോറിയസ് ബ്ലോക്ക് ഇൻ ദ വേൾഡ് വാർ സെക്കൻഡിലെ ഒരു വിക്ടോറിയസ് ബ്ലോക്ക് ആയി മാറാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു? നമ്മുടെ സോവിയറ്റ് യൂണിയന് സാധിച്ചു. Became a superpower after World War II, started competing with America. അങ്ങനെ വേൾഡ് വാർ 2 2ാം ലോക മഹായുദ്ധത്തിൽ ഒരു സൂപ്പർ പവറായി മാറിയതിനെ തുടർന്ന് ഇവരെന്തു ചെയ്തു എന്നാ പറയുന്നത്? അമേരിക്കയുമായി കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ആരുമായി കോമ്പീറ്റ് ചെയ്യാൻ? അമേരിക്കയുമായി കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. Deterrorism of the Soviet Union, dissolution of the Soviet Union, shock therapy. So ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ്? ഷോക്ക് തെറാപ്പി നോക്കും, ഡിസൊല്യൂഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ നോക്കും, ഡിറ്റോറിയനിസം ഓഫ് ദ സോവിയറ്റ് യൂണിയൻ നോക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പൊ എന്റെ എല്ലാ മക്കളും റെഡി ആണെങ്കിൽ മിസ് തുടങ്ങട്ടെ. ഇവിടെ ശ്രദ്ധിച്ചേടാ, ആദ്യം നമ്മൾ സോവിയറ്റ് യൂണിയന്റെ ഫോർമേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഫോർമേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. ഇവിടെ ശ്രദ്ധിക്കണേ, സോവിയറ്റ് യൂണിയൻ നമ്മൾ പറഞ്ഞു 1917 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതിനു ശേഷം? ബോൾഷെവിക് റെവല്യൂഷന് ശേഷമാണ് ഫോം ചെയ്തത്. ഏതിനു ശേഷമാണ്? ബോൾഷെവിക് റെവല്യൂഷന് ശേഷമാണ് സോവിയറ്റ് യൂണിയൻ 1917 ഫോം ചെയ്തിട്ടുള്ളത്. ദ സോവിയറ്റ് യൂണിയൻ ഈസ് കോൾഡ് USSR. സോവിയറ്റ് യൂണിയനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും? USSR എന്ന് വിളിക്കും. അതിന്റെ ഫുൾ എന്താണെടാ? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അതാണ് നമ്മൾ USSR എന്ന് പറയുന്നത്. There were a total of 50 republics in the Soviet Union. സോവിയറ്റ് യൂണിയനിലെ 12 റിപ്പബ്ലിക് കൺട്രീസ് ഉണ്ടായിരുന്നു. That's how the Soviet Union was formed, by joining after 50 different countries. The Soviet Union was created to secure the interest of the poor. ഓരോ പാവപ്പെട്ട ആളുകളുടെയും എന്താണ്? ലൈഫ്, അവരുടെ ഇഷ്ടങ്ങൾ സെക്യൂർ ചെയ്യുന്നതിൽ ഒരുപാട് ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. It was established according to socialism and communism ideology. നമ്മൾ പറഞ്ഞു നമ്മളെ ഈ ഒരു സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്ത് അല്ലെങ്കിൽ USSR ഫോം ചെയ്ത് എന്ത് ഐഡിയോളജി ബേസ് ചെയ്തിട്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി, അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഐഡിയോളജി മെയിൻ ആയിട്ട് അത് എടുത്തിട്ടായിരുന്നു ഇവര് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, അടുത്തത് എന്താ പറയുന്നത് എന്നുള്ളത് നമ്മുടെ വാട്ട് വാസ് ദ സോവിയറ്റ് സിസ്റ്റം. എന്താണ് സോവിയറ്റ് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. ദ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അഥവാ USSR ഫോം ചെയ്തത് എപ്പോഴാണ്? ഫസ്റ്റ് ഫോം ആഫ്റ്റർ ദ സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ 1917 റഷ്യയിലെ സോഷ്യലിസ്റ്റ് റെവല്യൂഷന് ശേഷം 1917 സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്തത്. അവരുടെ എയിം എന്തായിരുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു ഇക്വലിറ്റേറിയൻ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ എന്തു പറഞ്ഞു? ദ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി. ഒരു സൊസൈറ്റി എങ്ങനെയായിരിക്കണം? ഒരു
ഒരു ഇക്വാലിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കണം. ആൻഡ് ടു ബി ക്രിയേറ്റഡ് എൻഡിങ് ക്യാപിറ്റലിസം ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ക്യാപിറ്റലിസവും പ്രൈവറ്റ് പ്രോപ്പർട്ടിയും എന്തു ചെയ്യണം, എന്താണ് നമുക്ക് എൻഡ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. ദി സിസ്റ്റം വാസ് കോൾഡ് ദ സോവിയറ്റ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സോവിയറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സോവിയറ്റ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ബൈ വിച്ച് സോവിയറ്റ് യൂണിയൻ ഡെവലപ്പ് ഇറ്റ്സെൽഫ്. സോ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തത്. ആരാണ്? സോവിയറ്റ് യൂണിയൻ സെൽഫ് ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ് സോവിയറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സോവിയറ്റ് സിസ്റ്റം എന്ന് എന്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലടാ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ എക്കണോമിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ നോക്കാൻ പോകുന്നത്? സോവിയറ്റ് യൂണിയന്റെ എക്കണോമിക് ഫീച്ചേഴ്സ്. അപ്പം സോവിയറ്റ് യൂണിയൻ മാത്രമായിട്ടുള്ള കുറച്ച് എക്കണോമിക് ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാലോ? യെസ്, അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. റെഡിയല്ലേ? The Soviet system was based on socialism, where all economic decisions were taken by the government, keeping the society in mind. അല്ലേ? സോഷ്യലിസം, നമ്മളെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസം മോഡലിലല്ലാതെ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പം എന്തായിരുന്നു, ഇവരെല്ലാം ഗവൺമെന്റ് ആണ് തീരുമാനിക്കുക ജനങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളതും. അപ്പൊ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, സൊസൈറ്റിയെ മനസ്സ് കണ്ടുകൊണ്ട് ഇവിടെ തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കുന്ന ആരാ? ഗവൺമെന്റ് ആയിരിക്കും. എക്സ്പെഷ്യലി എക്കണോമിക് ഡിസിഷൻസ്. The Soviet system had a planned economy. എന്താ സോവിയറ്റ് സിസ്റ്റത്തിന് എന്താ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള എക്കണോമി അവർക്ക് ഉണ്ടായിരുന്നു അല്ലെ? മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എല്ലാവർക്കും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉറപ്പുവരുത്താൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിരുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും ആരെങ്കിലും അൺഎംപ്ലോയ്മെന്റോ കാര്യങ്ങളോ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും എന്താ ജോലി ലഭിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അതേപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അഡ്വാൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്തിരുന്നു. സ്റ്റേറ്റ് ഓണർഷിപ്പ് വാസ് ദ ഡോമിനന്റ് ഫോം ഓഫ് ഓണർഷിപ്പ്. ഏറ്റവും വലിയ ഫോം ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്, ഒരു ഡോമിനന്റ് ഫോം ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓണർഷിപ്പിനെ ആയിട്ടായിരുന്നു ഇവർ കൺസിഡർ ചെയ്തിരുന്നത്. സ്റ്റേറ്റ് കൺട്രോൾ ഓവർ ദ ലാൻഡ് ആൻഡ് അതർ പ്രൊഡക്റ്റീവ് അസറ്റ്സ്. സ്റ്റേറ്റ് ആണ് ഓരോ ലാൻഡും കൺട്രോൾ ചെയ്യുന്നതും മറ്റുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അസറ്റ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? സ്റ്റേറ്റ് ആയിരിക്കും. കൺസ്യൂമർ ഇൻഡസ്ട്രി വാസ് വെരി അഡ്വാൻസ്ഡ്. ഇവിടെ ഈ ഒരു സമയത്ത് എന്തായിരുന്നു, കൺസ്യൂമർ ഇൻഡസ്ട്രി വളരെ അഡ്വാൻസ് ആയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹ്യൂജ് റിസർവ്സ് ഓഫ് എനർജി റിസോഴ്സ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് ഒരുപാട് റിസോഴ്സസ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ലൈക്ക് മിനറൽസ്, ഓയിൽസ്, അയൺ, സ്റ്റീൽ, ഇതൊക്കെ എന്തായിരുന്നു അബാൻഡന്റ് ആയിട്ടുള്ള രീതിയിൽ ആരുടെ കയ്യിലുണ്ടായിരുന്നു? സോവിയറ്റ് യൂണിയന്റെ കയ്യിലുള്ള ഒരു ഹ്യൂജ് റിസർവ്സ് ഓഫ് എനർജീസ് അവർ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു സോവിയറ്റ് യൂണിയന്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആ സോവിയറ്റ് യൂണിയന്റെ പൊളിറ്റിക്കൽ ഫീച്ചർ, രാഷ്ട്രീയപരമായിട്ടുള്ള സവിശേഷതകൾ, പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓൺലി വൺ പാർട്ടി റൂൾ അല്ലെ? The Soviet Union was ruled by only one party called Communist Party. ഒരു പാർട്ടി ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പോസിങ് ക്യാപിറ്റലിസം, ക്യാപിറ്റലിസിനെ ഒപ്പോസ് ചെയ്യുക, അതേപോലെ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് ഫ്രീ ട്രേഡ് ആളുകളിലേക്ക് എത്തിക്കുക എന്നത് ഇവരെ ലക്ഷ്യമായിരുന്നു. നോ ഫ്രീഡം ടു ഫോം എനി അതർ പൊളിറ്റിക്കൽ പാർട്ടി. സോവിയറ്റ് യൂണിയൻ ഭരിക്കുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒപ്പോസ് ചെയ്തിട്ട് പോലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സോവിയറ്റ് യൂണിയന്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സോവിയറ്റ് യൂണിയന്റെ ഒരു ഹിസ്റ്ററി, ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? ആദ്യം 1924-53 കാലഘട്ടത്തിലെ ജോസഫ് സ്റ്റാലിന്റെ റിജിം നമുക്ക് നോക്കാം. He led the Soviet Union from 1924 to 1953. 1924 മുതൽ 1953 വരെ സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലായിരുന്നു. He played an important role in the development of the Soviet Union. സോവിയറ്റ് യൂണിയൻ അന്ന് കാണുന്ന ആ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട വർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ, അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരുപാട് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ അവർ ജയിച്ചു. അതേപോലെ തന്നെ ഫോഴ്സ് അഗ്ലോമിറ്റേറിയൻ ഫാമിംഗ്, ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമ്മുടെ ജോസഫ് സ്റ്റാലിൻ ചെയ്ത കാര്യങ്ങളാണ്. ഇനി മക്കളെ നമ്മൾ സോവിയറ്റ് യൂണിയനും കോൾഡ് വാറുമാണ് പഠിക്കുന്നത്. നമുക്കറിയാം കോൾഡ് വാറിന്റെ സമയത്ത് എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യയിലല്ല വേൾഡിലുണ്ടായിരുന്ന രണ്ട് സൂപ്പർ പവേഴ്സ് ആണ് ആര്? USSRും US-ഉം അമേരിക്കയിലെ. ഇവരെന്തില് നമ്മളെ സെക്കൻഡ് വേൾഡ് വാറിൽ വിജയിച്ചതോടുകൂടി ഇവർക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് വരികയും ഇനി ആരാണ് ലോകത്തിലെ ഏറ്റവും ശക്തി എന്ന ഒരു വാക്പോരാട്ടം അവിടെ നടക്കുകയാണ്. US ആണോ, USSR ആണോ, അമേരിക്കയാണോ, നമ്മുടെ സോവിയറ്റ് യൂണിയൻ ആണോ എന്നുള്ളത്
ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്തുള്ള വേൾഡിലെ രണ്ട് പ്രധാനപ്പെട്ട സൂപ്പർ പവേഴ്സ് ആയിരുന്നു US-ഉം US-ആറും. ലോകത്തിന്റെ അധികാരം തങ്ങളുടെ കൈകളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കിണഞ്ഞു പരിശ്രമിച്ച രണ്ടു കൂട്ടരായിരുന്നു ആര്? നമ്മുടെ US-ഉം USSRും. ഇവിടെ നോക്കിക്കും, ആഫ്റ്റർ ദ എൻഡ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ് ഇൻ 1945, 1945 നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചത്. അതിനുശേഷം നമ്മുടെ വേൾഡിൽ രണ്ട് സൂപ്പർ പവേഴ്സ് എമേർജ് ചെയ്യുകയാണ്. ആദ്യത്തേത് ആരാണ്? നമ്മുടെ അമേരിക്കയാണ് അല്ലെ. സെക്കൻഡ് ആരാണ്? നമ്മുടെ സോവിയറ്റ് യൂണിയൻ. അങ്ങനെ എന്താണ്, അവര് പുതിയ രണ്ട് ജീവൻ ഓൾറെഡി ഉള്ളതാണ്, അവരെന്താണ് വലിയ സൂപ്പർ പവേഴ്സ് ആയിട്ട് എമേർജ് ആവുകയാണ്. അപ്പം ഈ ഒരു സൂപ്പർ പവേഴ്സിന്റെ ഇടയ്ക്കുള്ള ആ ഒരു സമയം, ഡ്യൂ ടു ഹാവിംഗ് ടു സൂപ്പർ പവേഴ്സ് ദ ഇറ ഓഫ് കോൾഡ് വാർ സ്റ്റാർട്ടഡ് ഇൻ ദ വേൾഡ്. സോ ഇവരെ ആ ഒരു സമയത്താണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഇവരെ എമേർജ് ചെയ്ത ആ സമയം മുതലാണ് കോൾഡ് വാർ വേൾഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. രണ്ട് സൂപ്പർ പവേഴ്സിനും ഇടയ്ക്ക് എന്തായിരുന്നു? ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബോത്ത് സൂപ്പർ പവേഴ്സ് സ്റ്റാർട്ടഡ് ട്രൈയിങ് ടു പ്രൂവ് ദംസെൽഫ് ബെറ്റർ ദാൻ ദ അതർ സൂപ്പർ പവർ. ഓരോരുത്തരും ട്രൈ ചെയ്യാം, ഞാൻ ഇവനെക്കാട്ടും ബെറ്റർ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇല്ല ആൾക്കാട്ടും ബെറ്റർ ആണ്. നമ്മൾ ചില ആളുകൾ ട്രൈ ചെയ്യില്ലേ, അതേപോലെ തന്നെ അമേരിക്ക ട്രൈ ചെയ്യാൻ ഞാൻ USSRനെക്കാട്ടും സോവിയറ്റ് യൂണിയനെക്കാട്ടും മുൻപന്തിയിലാണുള്ളത്. USSR പറയാൻ ഞാൻ അമേരിക്കനെക്കാട്ടും മുൻപന്തിയിലാണ്. അപ്പൊ ആരാണ് കൂടുതൽ ബെറ്റർ എന്ന് തെളിയിക്കാൻ വേണ്ടി, മറ്റുള്ള സൂപ്പർ പവറിനെക്കാട്ടും ഞാനാണ് ബെറ്റർ എന്ന് തെളിയിക്കാൻ വേണ്ടി ഇവർ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇവരുടെ ആ ശ്രമങ്ങളും പരിശ്രമങ്ങളും തോൽവികളും പരാജയങ്ങളും വിജയങ്ങളുമായിരുന്നു എന്ത് പേരിൽ അറിയപ്പെട്ടത്? നമ്മുടെ ലോകത്ത് കോൾഡ് വാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ നമ്മള് നികിത ക്രൂച്ചേവിനെ കുറിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട്. നികിത ക്രൂച്ചേവ് ടു കമാൻഡ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ആഫ്റ്റർ ജോസഫ് സ്റ്റാലിന് ശേഷം ഈ സോവിയറ്റ് യൂണിയന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും ചെയ്തിരുന്നതും അവർക്ക് കമാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നികിത ക്രൂച്ചേവ് ആയിരുന്നു. ഇവരുടെ മെയിൻ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ക്യൂബൻ മിസൈൽ ക്രൈസിസും സ്പേസ് റേസുമായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ദ ബെർലിൻ വാൽ ഒക്കെ എന്തായിരുന്നു? ഇവരുടെ ഈ ഒരു സമയത്ത് തന്നെ പ്രധാനപ്പെട്ട ഇവന്റ്സ് ആയിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ക്യൂബൻ മിസൈലോട് കൂടിയാണ് നമ്മുടെ കോൾഡ് വാർ നമുക്ക് ഒഫീഷ്യലി സ്റ്റാർട്ട് ആയത് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ ഒരു കോൾഡ് വാറിന്റെ സമയത്ത് മക്കളെ എന്തൊക്കെ എഫക്ട്സ് ഓഫ് ദ കോൾഡ് വാർ ഓൺ ദ സോവിയറ്റ് യൂണിയൻ ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, ഹൈ എക്സ്പെൻഡിച്ചർ ഇൻ മാനുഫാക്ചറിങ് ഓഫ് വെപ്പൺസ്. ഇവർക്ക് എന്തായാലും വാർ നടക്കാണ്. അവിടെ യുദ്ധം നടന്നു ചോദിച്ചാൽ യുദ്ധം നടന്നില്ലതാനും ആ ഒരു ലെവലിലായിരുന്നു. കാരണം രണ്ട് ലോകമഹായുദ്ധം കണ്ടിട്ട് ആളുകൾ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന സമയത്താണ് വേറൊരു യുദ്ധമായിട്ട് ഈ ഒരു കോൾഡ് വാർ വരുന്നത്. അപ്പം പണ്ട് ആദ്യത്തെ സമയത്ത് ഇവർ യുഎസും അമേരിക്കയും ഒന്നെയാണല്ലോ, USSRും അമേരിക്കയും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടായിരുന്നു മറ്റുള്ളവർക്കെതിരെ പോരാടിയിട്ടത്. പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പൊ ഫിനാൻഷ്യലി എക്കണോമിക്കലി നമ്മൾ വെപ്പൺ ആർമിപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വൺ പവേഴ്സ് ആണ്. സോ ഇവരാരെങ്കിലും ഒരു ആള് അങ്ങോട്ട് ആക്രമിച്ചാൽ അവർ 10 ഇരട്ടി തിരിച്ചിങ്ങോട്ട് ആക്രമിക്കാനുള്ള രണ്ട് കൂട്ടരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു അറ്റാക്കിലേക്ക് ഇവർ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം എന്ന് കണ്ടിട്ട് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെപ്പൺസിന് ഒരുപാട് പൈസ, ഹൈ എക്സ്പെൻഡിച്ചർ വേണ്ടി വന്നിരുന്നു. അതേപോലെ തന്നെ ലാഗ് ബിഹൈൻഡ് വെസ്റ്റേൺ കൺട്രീസ്. നമ്മളെ എക്കണോമി എന്ത് ചെയ്യാൻ തുടങ്ങി? മെല്ലെ മെല്ലെ ഇടിയാൻ തുടങ്ങി. അപ്പൊ ഈ പൈസ മുഴുവൻ വെപ്പൺസിന്റെ മാനുഫാക്ചറിങ്ങിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സ്ലോ ഗ്രോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നത് സ്ലോ ഗ്രോത്ത് ആണ്. നമുക്ക് അവിടെ ഒരു വളർച്ചയും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കുക? ഡിവേർട്ടഡ് അറ്റൻഷൻ ഫോർ ദ പ്രോബ്ലംസ് ഓഫ് ദ കൺട്രിയുടെ പ്രോബ്ലംസ് ശ്രദ്ധിച്ചിരുന്ന സോവിയറ്റ് യൂണിയന്റെ മൈൻഡ് മാറിയിട്ട് ഇവരെന്ത് ചെയ്തു? യുദ്ധത്തിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ US-നെക്കാട്ടും ഒരു പടി പോലും താഴാൻ പാടില്ല USSR എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ ആരെ കുറിച്ചാണ്? മിഖായിൽ ഗോർബച്ചേവിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. എന്താണ് മിഖായിൽ ഗോർബച്ചേവ് എന്ന് പറയുന്നത്? ഇൻ 1985 മിഖായിൽ ഗോർബച്ചേവ് ബിക്കം ദ ലീഡർ ഓഫ് ദ USSR. USSRന്റെ ലീഡർ ആയിരുന്നു ആര്? നമ്മുടെ മിഖായിൽ ഗോർബച്ചേവ്. 1985 ടു പോളിസീസ് ഗ്ലാസ്നോട്ട് ആൻഡ് പ്രിസ്റ്റോറിക്ക, അതെന്താ? ഓപ്പൺനെസ് അതേപോലെ തന്നെ റിസ്ട്രിക്റ്റിംഗ് ആണ് പറയുന്നത്. ഫോർമുലേറ്റഡ് ബൈ ഗോർബച്ചേവ് ടു ഫോം സോവിയറ്റ് യൂണിയൻ വിച്ച് ഹാഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ടു ബ്രിങ് പീസ് ഇൻ ദ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ സമാധാനം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം രണ്ട് പോളിസീസ് സ്വീകരിക്കുന്നു. ഒന്നെന്താണ്? റിസ്ട്രിക്റ്റിംഗ് ആണ് ഒന്ന്, അതേപോലെ തന്നെ ഓപ്പൺനെസ്. ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവര് കൊണ്ടുവന്ന പൊളിറ്റിക്കൽ റിഫോംസ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെ പൊളിറ്റിക്കൽ റിഫോംസ് ആണ്? അവരെ
എപ്പോഴും ഡെമോക്രസിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അതേപോലെ തന്നെ വിഡ്രോവൽ ഓഫ് ഫോഴ്സസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ, ഈസ്റ്റേൺ യൂറോപ്പിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുള്ള ഫോഴ്സസിനെ വിഡ്രോ ചെയ്തു. അതേപോലെ തന്നെ നമ്മളെ ജർമ്മനിയുടെ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് സഹായിച്ചു. അതൊക്കെ ആര് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ സോവിയറ്റ് യൂണിയൻ ചെയ്ത കാര്യങ്ങളാണ്. ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഇവർക്ക് പറയുകയാണെങ്കിൽ ഇവർ ആം റേസിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അതൊക്കെ ഇവർ സ്റ്റോപ്പ് ചെയ്തു. അതേപോലെ തന്നെ എന്താ, അറ്റംപ്റ്റ്സ് വർ മേഡ് ടു പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെന്റ്. ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ, പൈസയും കാര്യങ്ങളും എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു തുടങ്ങി. പ്രൈവറ്റൈസേഷൻ ഇവർ എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. ഇതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായ ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റ് ആണ്. ഇനി നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ ഡിസൊല്യൂഷനിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് മക്കളെ പോകുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? സെറ്റ് ആയില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് സോവിയറ്റ് യൂണിയന്റെ ഡിസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഗോർബച്ചേവ് ട്രൈ ടു റിഫോം ദ സോവിയറ്റ് യൂണിയൻ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഗോർബച്ചേവ് എന്ത് ചെയ്തു? സോവിയറ്റ് യൂണിയൻ റിഫോം ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ എഫേർട്ട് എന്താണ്? കംപ്ലീറ്റ്ലി അൺസക്സസ്ഫുൾ ആയി മാറിപ്പോയില്ലേ? ദോസ് ഹു വാണ്ടഡ് ടു ദിസ് റിഫോം സേ ദാറ്റ് ദ റിഫോംസ് ആർ ടേക്കിംഗ് പ്ലേസ് വെരി സ്ലോലി ആൻഡ് ദോസ് ഹു ആർ ഒപ്പോസിംഗ് ദിസ് റിഫോം കണ്ടിന്യൂ ടു ഒപ്പോസ് ദം. ഈ റിഫോംസ് ആളുകൾ എന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ റിഫോംസും കാര്യങ്ങളും വളരെ സ്ലോലി ആയിട്ടാണ് ആളുകളിലേക്ക് എത്തിയത്. അപ്പൊ ആളുകൾക്ക് ആർക്കും എന്താണ് ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് ദിസ് ഗോർബച്ചേവ് ഡിഡ് നോട്ട് ഗെറ്റ് സപ്പോർട്ട് ഫ്രം എനിവർ. ആരിൽ നിന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ഗോർബച്ചേവിന് ഈ റിഫോമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1989 ദ ഫോൾ ഓഫ് ബെർലിൻ മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. 1989 നമ്മളെ ബെർലിൻ വാളിൽ എന്ത് ചെയ്തു? ബെർലിൻ വാൾ മാർക്കറ്റ് എന്ത് ചെയ്തു? അത് ഫോൾ ചെയ്തതോടുകൂടെ സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷനിലേക്ക് എന്ത് ചെയ്തു? ഡിസിന്റഗ്രേഷന്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി. 1991 ആയപ്പോഴത്തേക്കും നമ്മുടെ സോവിയറ്റ് യൂണിയൻ കംപ്ലീറ്റ്ലി എന്തായിപ്പോയി? ഡിസിന്റഗ്രേറ്റഡ് ആയിപ്പോയി അല്ലെ? അങ്ങനെ എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനിൽ ഡെസൊല്യൂഷൻ സംഭവിക്കുന്നത്? അതിന്റെ റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് മക്കളെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോവിയറ്റ് യൂണിയനിൽ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാരും റെഡിയല്ലേ കാരണങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്? റെഡിയല്ലേ ഒന്ന് പറഞ്ഞേ. യെസ്, എന്റെ മക്കളെല്ലാരും റെഡി ആയിരിക്കാന്ന് മിസ്സിന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ റീസൺസ് നോക്കാം. ഓക്കെടാ, ഇവിടെ ശ്രദ്ധിച്ചേ. ഒന്നാമത് എന്താ വെച്ചാല് ആളുകളുടെ ഫെയിലിയർ ടു ഫുൾഫിൽ ആസ്പിറേഷൻ ഓഫ് ദ പീപ്പിൾ. ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷയും ആകാംക്ഷയും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്ന ഒരു ഭരണമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ. പക്ഷെ ഇവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നും ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ സോവിയറ്റ് യൂണിയൻ സാധിച്ചില്ല. അതേപോലെ തന്നെ ഒരു ഡോമിനന്റ് ബ്യൂറോക്രസി ആയിരുന്നു ഇവർ ലീഡ് ചെയ്തിരുന്നത്. അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഡോമിനൻസ് കാണാമായിരുന്നു. നമ്മൾ ഏതൊരു പാർട്ടി ആണെങ്കിലും ഒരു ഒപ്പോസിഷണൽ പാർട്ടി വേണം. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു കൂട്ടര് വേണം. പക്ഷെ അതൊന്നും സോവിയറ്റ് യൂണിയന് സാധിച്ചില്ല. വൺ മാൻ ആർമി പോലെ, വൺ മാൻ ഷോ പോലെ ആര് മതി? ഇവരൊറ്റ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം മതി. സോ അതിന്റെ ഒരു ഡോമിനൻസ് ആയിരുന്നു നിലനിന്നിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പൈസയും കാര്യം ഹെവി ആയിട്ട് എക്സ്പെൻഡിച്ചർ അതിനു വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ തമ്മിൽ ഒരു ലാഗ് ക്രിയേറ്റ് ചെയ്തു. ദെൻ റഷ്യൻ ഡോമിനൻസ് വരാൻ തുടങ്ങി. എക്കണോമി മെല്ലെ മെല്ലെ ഇടിഞ്ഞിതാവാൻ തുടങ്ങി. ആളുകൾക്ക് ഫീലിംഗ് ഓഫ് ഫ്രീഡം ഇൻ ദ പീപ്പിൾ അല്ലെ? അതേപോലെ തന്നെ പെട്ടെന്ന് ഇതൊരു ഡെസൊല്യൂഷനിലേക്ക് പോകാനുള്ള കാരണങ്ങൾ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ എന്താണെടാ? എമർജൻസ് ഓഫ് സെൻസ് ഓഫ് ഫ്രീഡം ഇൻ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ മനസ്സിൽ എന്ത് വരികയാണ്? എമർജൻസ് ഓഫ് സെൻസ് ഓഫ് ഫ്രീഡം ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. ആളുകളുടെ മനസ്സിൽ ഒരു ഇത് വരികയാണ് ചെയ്യുന്നത്. അതേപോലെ എന്ത് ഫ്രീഡം എന്നുള്ളൊരു കാര്യം വരുന്നു. പിന്നെ എന്താണ്? ഗോർബച്ചേവ് റിഫോംസ്. ആളുകൾക്ക് എന്താ അത്രത്തോളം ഇഷ്ടമാവാം കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യാണ്? ഇതിനെതിരെ പ്രതികരിക്കുന്നു. സോ ഇത് നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ പെട്ടെന്നുള്ള ഒരു ഡിസൊല്യൂഷനിലേക്ക് കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കോൺസിക്വൻസ് ഓഫ് ദ ഡിസൊല്യൂഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. എന്തായാലും സോവിയറ്റ് യൂണിയനിൽ എന്ത് സംഭവിച്ചു? ഡെസൊല്യൂഷൻ സംഭവിച്ചു. സോ അതിനുശേഷമുള്ള കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, എൻഡ് ഓഫ് കോൾഡ് വാർ അങ്ങനെ അവസാനിച്ചു. അമേരിക്കൻ സൂപ്രീമസി എന്ത് ചെയ്തു? അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ആം റേസും ഇവര് ആയുധങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടികളും കാര്യങ്ങളും നിർത്തി. അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ അവസാനിച്ചു. അതേപോലെ 15 പുതിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ആ സോവിയറ്റ് യൂണിയൻ അവസാനിച്ച സമയത്ത് ഉയർന്നു വന്നു.
റഷ്യ എന്തായി സോവിയറ്റ് യൂണിയന്റെ ഒരു പ്രധാനപ്പെട്ട സക്സസറായി മാറി. അതേപോലെ തന്നെ നമ്മൾ സോഷ്യലിസ്റ്റ് ഐഡിയോളജിക്ക് ഒരു ബ്ലോ സംഭവിക്കുന്നു, ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജീസ് എമേർജ് ചെയ്യുന്നു. നമ്മുടെ ബാൻ ഓൺ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, USSR കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുക, ബാൻ ചെയ്യുകയാണ്. ദെൻ കൺട്രീസ് ഹു ഗോട്ട് ഇൻഡിപെൻഡന്റ് ഫ്രം ദ സോവിയറ്റ് യൂണിയൻ അഡോപ്റ്റഡ് എ ഡെമോക്രസി ആൻഡ് ക്യാപിറ്റലിസം. നമ്മുടെ സോവിയറ്റ് യൂണിയന് ഇൻഡിപെൻഡന്റ് ആയ കൺട്രീസ് എന്തു ചെയ്തു എന്നാ പറയുന്നത്, എന്ത് ചെയ്തു എന്നാ പറയുന്നത്, അവര് പുതിയ ഡെമോക്രസി, അപ്പൊ സോവിയറ്റ് യൂണിയൻ അവര് ഇൻഡിപെൻഡന്റ് ആയുള്ള കൺട്രീസ് എന്ത് ചെയ്തു, ഡെമോക്രസിയും ക്യാപിറ്റലിസം ഒക്കെ അഡാപ്റ്റ് ചെയ്തു. റഷ്യ ഗോട്ട് ഓൾ ദ റൈറ്റ്സ് വിച്ച് സോവിയറ്റ് യൂണിയൻ ഹാഡ്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന എല്ലാ റൈറ്റ്സും റഷ്യക്ക് ലഭിക്കുന്നു. സച്ച് പെർമനന്റ് മെമ്പർഷിപ്പ് ഇൻ ദ സെക്യൂരിറ്റി കൗൺസിൽ, യുണൈറ്റഡ് നാഷൻസിലെ ഒരു പെർമനന്റ് മെമ്പർ ആയിട്ട് ആര് മാറുന്നു, റഷ്യ മാറുന്നു. ഓൾ ദ ട്രീറ്റീസ് മേഡ് ദ സോവിയറ്റ് യൂണിയൻ വേർ നൗ ടു ബി പെർഫോം ബൈ റഷ്യ. സോവിയറ്റ് യൂണിയനുമായിട്ട് ഒപ്പുവെച്ച എല്ലാ ട്രീറ്റീസും കാര്യങ്ങളും ഇപ്പൊ നോക്കുന്നതും പെർഫോം ചെയ്യുന്നതും ആരാണ്, റഷ്യ. അപ്പൊ റഷ്യ എന്താ ഒരു പ്രധാനപ്പെട്ടതായി വളർന്നു വന്നില്ലേ. അപ്പം സോവിയറ്റ് യൂണിയന്റെ സക്സസർ ആയിട്ട് ആര് മാറി, റഷ്യ മാറി. റഷ്യ നല്ല രീതിയിൽ എന്ത് ചെയ്തു, മുന്നോട്ട് പോവുകയാണ്. ദെൻ അതോടുകൂടെ ഈ ഒരു സോവിയറ്റ് യൂണിയന്റെ അവസാനത്തോടുകൂടെ കോൾഡ് വാറും അവസാനിച്ചു, നമ്മൾ ആർമി റേസും അവസാനിച്ചു. അതേപോലെ തന്നെ വേൾഡിലെ സൂപ്പർ പവർ ആയിട്ട് ആര് മാറുകയും ചെയ്തു, അമേരിക്ക മാറുകയും ചെയ്തു. അപ്പൊ എന്താണ് മക്കളെ ഷോക്ക് തെറാപ്പി എന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത് എന്താണ്? വെൻ ദ സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റഡ് ഇൻ 1991, നമുക്കറിയാം 1991 സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റഡ് ആയി പോയത് അല്ലേ. ഷോക്ക് തെറാപ്പി വാസ് ക്രിയേറ്റഡ് ബൈ ദ വേൾഡ് Bank and the International Monetary Fund to establish the capitalist system in the newly formed countries. എന്താ ഇവിടെ പറയുന്നത് ഷോക്ക് തെറാപ്പി വാസ് ക്രിയേറ്റഡ് ബൈ ദ ഷോക്ക് തെറാപ്പി ക്രിയേറ്റ് ചെയ്തായ വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും കൂടി ആയിരുന്നു. എന്തിനായിരുന്നു അവർ ടു എസ്റ്റാബ്ലിഷ് ദ ക്യാപിറ്റൽ സിസ്റ്റം ഇൻ ദ ന്യൂലി ഫോംഡ് കൺട്രീസിൽ ഒരു ക്യാപിറ്റലിസം എന്ത് ചെയ്യാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്കും അതേപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ക്രിയേറ്റ് ചെയ്തതാണ് ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത്. അടുത്തത് എന്താ പറയുന്നത്, സോവിയറ്റ് യൂണിയൻ വാസ് ബിൽറ്റ് ഓൺ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ആൻഡ് ഓൾ ദ ഇൻഡസ്ട്രീസ് ദ യൂസ് ടു വർക്ക് അണ്ടർ ദ ഗവൺമെന്റ്. സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വാസ് ബിൽഡ് ഓൺ ദ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജി ആയിരുന്നു ബിൽഡ് ചെയ്യുന്നത്. എല്ലാ ഇൻഡസ്ട്രീസും എന്താണ് ഗവൺമെന്റ് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ഒരു ചെയ്തിരുന്നത്. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ റെസൊല്യൂഷന് ശേഷം ക്യാപിറ്റൽ സിസ്റ്റം വാസ് ടു ബി എസ്റ്റാബ്ലിഷ് ഇൻ ഓൾ ദീസ് കൺട്രി. സോ അതിനുശേഷം എല്ലാ കൺട്രീസിലും എന്താണ് ഒരു ക്യാപിറ്റൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഷോക്ക് തെറാപ്പി വാസ് എ പ്രൊവിഷൻ ടു ഹാൻഡ് ഓവർ ഓൾ ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് ടു പ്രൈവറ്റ് ഹാൻഡ് ബൈ ഓപ്ഷൻ അല്ലെ. അങ്ങനെ ഈ ഒരു ഷോക്ക് തെറാപ്പിയിലൂടെ എന്ത് സംഭവിച്ചു, എല്ലാ ഗവൺമെന്റ് ഇൻഡസ്ട്രീസും അല്ലെ ഹാൻഡ് ഓവർ ഓൾ ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് ടു പ്രൈവറ്റ് ഹാൻഡ് ബൈ ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് ഒക്കെ പ്രൈവറ്റ് ഹാൻഡ്സിലേക്ക് പോകുന്നു. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടർ ഇൻ ടു പ്രൈവറ്റ് സെക്ടർ വാസ് ഷോക്ക് തെറാപ്പി. ഗവൺമെന്റ് സെക്ടർ എന്താണ്, പ്രൈവറ്റ് സെക്ടറിലെ ഗവൺമെന്റ് സെക്ടർ ഇൻ ടു പ്രൈവറ്റ് സെക്ടർ ആണ് എന്ത് പറയുന്നത് വാസ് ഷോക്ക് തെറാപ്പി. അതിനെയാണ് നമ്മൾ ഷോക്ക് തെറാപ്പി എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, എന്തിനായിരുന്നു ഈ ഷോക്ക് തെറാപ്പി നടത്തിയിട്ടുണ്ടായിരുന്നത്, ആരൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായ ന്യൂലി ഫോംഡ് കൺട്രീസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായ ഒരു ക്യാപിറ്റൽ സിസ്റ്റമാണ് എന്ത് ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഷോക്ക് തെറാപ്പി മറ്റൊരു വേർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ വാസ് ഷോക്ക് തെറാപ്പി നമുക്ക് പറയാം. ഇനി എന്തായിരുന്നു ഈ ഷോക്ക് തെറാപ്പിയുടെ പർപ്പസ് എന്ന് പറയുന്നത്, പ്രൈവറ്റൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എസ്റ്റേറ്റ് പ്രൈവറ്റൈസേഷൻ ചെയ്തു, ഫ്രീ ട്രേഡ് ആക്കി. അതേപോലെ കണക്ടിങ് സോവിയറ്റ് കൺട്രീസ് ടു വെസ്റ്റേൺ എക്കണോമിക്സ്, സോവിയറ്റ് കൺട്രീസിനെ വെസ്റ്റേൺ എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്തു. അതേപോലെ എന്താണ് ഇതൊക്കെ ഷോക്ക് തെറാപ്പിയുടെ പർപ്പസ് ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു, കംപ്ലീറ്റ്ലി അത് അൺസക്സസ്ഫുൾ ആയി, അത് വിജയിച്ചില്ല മക്കളെ. റഷ്യ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ കൊളാപ്സ്, റഷ്യയുടെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ മൊത്തമായി തകർന്നു പോയി. റഷ്യൻ കറൻസി എന്ത് ചെയ്തു, അതും തകർന്നുപോയി. ദെൻ മീൻസ് ഇടിഞ്ഞു. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് സോവിയറ്റ് വെൽഫെയർ സിസ്റ്റം എന്ത് ചെയ്തു, ഡിസ്ട്രക്ഷൻ ആയിപ്പോയി. വലിയ വലിയ കമ്പനീസ് ഒക്കെ എന്ത് ചെയ്തു, ബിഗ് കമ്പനീസ് വാസ് സോൾഡ് അറ്റ്
വെരി ലോ പ്രൈസ്, വലിയ വലിയ കമ്പനീസ് ചെറിയ പൈസക്ക്, തുച്ഛമായ പൈസക്ക് വിറ്റുപോകേണ്ട അവസ്ഥ വന്നു. എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് കൂടിക്കൂടി വന്നു. ഫുഡ് ക്രൈസിസ് ഫേസ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ബ്ലാക്ക് മാർക്കറ്റിംഗ് വരാൻ തുടങ്ങി, എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ഇതുമൂലം ദെൻ ഹിസ്റ്ററീസ് ലാർജസ്റ്റ് ഗാരേജ് സെയിൽ, ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയുള്ള ഒരു ഗാരേജ് സെയിൽ ആയിട്ട് എന്ത് വന്നു, ഈ ഒരു പീരീഡ് വരാൻ തുടങ്ങി. അപ്പൊ ഷോക്ക് തെറാപ്പി എന്ന അറ്റേർലി ഫെയിൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ. ഇനി നമ്മള് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ആൻഡ് ഇന്ത്യയാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ആൻഡ് ഇന്ത്യ? ഇവിടെ ശ്രദ്ധിച്ച എന്റെ മക്കള്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ഹാവ് ബീൻ ഗുഡ് സിൻസ് ഇൻ ദ ബിഗിനിങ്. തുടക്ക കാലഘട്ടത്തിൽ എന്തായിരുന്നു, ഇന്ത്യയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് കൺട്രീസും തമ്മിൽ എന്തായിരുന്നു, നല്ല ബന്ധത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. റഷ്യ ഹാസ് ബീൻ ഹെൽപ്പിംഗ് ഇന്ത്യ ഫ്രം ദ വെരി ബിഗിനിങ്. റഷ്യ എന്തായിരുന്നു, ഇന്ത്യയെ നമ്മൾ അതായത് തുടക്ക കാലഘട്ടത്തിലൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബോത്ത് ഡ്രീംസ് മൾട്ടി പോളാർ വേൾഡ്, രണ്ടുപേരും സ്വപ്നം കണ്ടെന്താ, ഒരു മൾട്ടി പോളാർ വേൾഡ് ആയിരുന്നു അവർ സ്വപ്നം കണ്ടിരുന്നത്. ബോത്ത് കൺട്രീസ് ബിലീവ് ഇൻ ഡെമോക്രസി, രണ്ട് കൺട്രീസും എന്താണ്, ഡെമോക്രസിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയ ആളുകളായിരുന്നു. 80 ബിലാറ്ററൽ എഗ്രിമെന്റ് വേഴ്സ് സൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ ഇൻ 2001. 2001 ഇന്ത്യയും റഷ്യയും 18 ബിലാറ്ററൽ എഗ്രിമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് റഷ്യൻ ആംസ് ബയർ. ഇന്ത്യ എന്ന് പറയുന്നത് റഷ്യയിലെ ഒരു ലാർജസ്റ്റ് ആയുള്ള ആം ബയേഴ്സ് ആണ്, ആയുധം വാങ്ങുന്ന ആളുകളാണ്. ഇന്ത്യ ഇമ്പോർട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓയിൽ ഫ്രം റഷ്യ. വലിയ എമൗണ്ട് ഓയിൽ എവിടുന്ന്, റഷ്യയിൽ നിന്ന് എടുക്കുന്നുണ്ട്. റഷ്യ ഹെൽപ്പ് ഇന്ത്യ ഇൻ മെനി സയന്റിഫിക് പ്രൊജക്ട്സ്. ഒരുപാട് സയന്റിഫിക് പ്രൊജക്റ്റിൽ റഷ്യ ആരെ സഹായിച്ചിട്ടുണ്ട്, ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. റഷ്യ ഓൾവേസ് സപ്പോർട്ട് ഇന്ത്യ ഓൺ കാശ്മീർ ഇഷ്യൂ നടക്കുന്ന സമയത്തൊക്കെ റഷ്യ ഇന്ത്യയെ എപ്പോഴും സഹായിച്ച് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്താ മക്കളെ പറയുന്നത്, അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പം വരെ എന്താ, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാം. ഇനി നമ്മള് അറബ് റവല്യൂഷൻ അഥവാ അറബ് സ്പ്രിംഗ് ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. എന്റെ മക്കള് ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടില്ലേ അറബ് റവല്യൂഷൻ ഒക്കെ. അപ്പൊ എന്താണ് അറബ് റവല്യൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് പറയാം. ട്യൂണീഷ്യ ഇസ് എ കൺട്രി ഇൻ നോർത്ത് ആഫ്രിക്ക. നോർത്ത് ആഫ്രിക്കയിലെ ഒരു കൺട്രി ആയിരുന്നു ട്യൂണീഷ്യ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കുകയും സിൻ എൽ അബീദിൻ ബെൻ അലി വാസ് ദ പ്രസിഡന്റ് ഹിയർ സിൻസ് 1987 മുതൽ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു സിൻ എൽ അബീദിൻ ബിൻ അല്ലെ. ഇറ്റ് വാസ് എ ഡിക്റ്റോറിയൽ ഗവൺമെന്റ്. അതെന്തായിരുന്നു, ഒരു ഡിക്റ്റോറിയൽ ഗവൺമെന്റ് ആയിരുന്നു ഇവരുടേത്. ദ മീഡിയ ദ വാസ് കൺട്രോൾഡ് ആൻഡ് ഇറ്റ് കുഡ് നോട്ട് ഷോ എനിത്തിങ് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്. അവിടുത്തെ മീഡിയ എന്താ കൺട്രോൾ ചെയ്തതാണ്, ഗവൺമെന്റ് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യവും ഷൂട്ട് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ റൈറ്റ്സ് അവർക്കില്ല. ഡ്യൂ ടു ദീസ് തിങ്സ് പീപ്പിൾ വർ സബ്ജക്റ്റഡ് ടു അട്രോസിറ്റീസ് ആൻഡ് ദേ ഡിഡ് നോട്ട് ജസ്റ്റിസ്. സോ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഒരിക്കലും എന്താണ് മക്കളെ ജസ്റ്റിസോ കാര്യങ്ങളോ ലഭിച്ചിരുന്നില്ല. സോ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, കാരണം മീഡിയക്ക് അവിടെ കയറാൻ പാടില്ല. ഒരു മിനിറ്റ് മക്കളെ, ഓക്കെ ശരി. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഒരിക്കലും എന്താണ് ഈ ഒരു സ്ഥലത്ത് കയറാൻ പാറുകയോ അവിടുന്ന് മീഡിയക്ക് റെക്കോർഡ് ചെയ്യുകയോ ഗവൺമെന്റിനെതിരെയുള്ള വാക്കുകൾ പറയുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരിക്കലും കൃത്യമായുള്ള ജസ്റ്റിസോ കാര്യങ്ങളോ ലഭ്യമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മള് അറബ് റവല്യൂഷന്റെ ബിഗിനിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ അറബ് റവല്യൂഷൻ സ്റ്റാർട്ടഡ് ബിക്കോസ് ഓഫ് ദ സെൽഫ് ഇമോലേഷൻ ഓഫ് പുവർ മാൻ നെയ്മഡ് മുഹമ്മദ് ബൗസീസി. എന്താ പറയുന്നത്, മുഹമ്മദ് ബൗസീസിയുടെ എന്ന് പറയുന്ന വ്യക്തിയെ തുടർന്നാണ് നമുക്ക് ഈ ഒരു അറബ് റവല്യൂഷൻ അറബ് റവല്യൂഷൻ സ്റ്റാർട്ടഡ് ബിക്കോസ് ഓഫ് ദ സെൽഫ് ഇമോലേഷൻ ഓഫ് ദ പുവർ മാൻ ആയിട്ടുണ്ടായ മുഹമ്മദ് ബൗസീസിന്റെ ആ ഒരു സെൽഫ് ഇമോലേഷനിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആരാണ് ഈ മുഹമ്മദ് ബൗസി എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, മുഹമ്മദ് ബൗസീസി എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരുന്നു, ഒരു പാവപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം 1984 ട്യൂണീഷ്യയിൽ മാർച്ച് 29 ജനിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ എന്താണ്, ഹിസ് ഫാദർ ഡൈഡ് വെൻ ഹി വാസ് 3 വയസ്സുള്ളപ്പോൾ മരണപ്പെടുന്നു. അതിനുശേഷം 10 വയസ്സ് മുതൽ അദ്ദേഹം എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്ന അദ്ദേഹമാണ്. ഫ്രൂട്ട്സ് ഒക്കെ വിറ്റായിരുന്നു വീട്ടിലെ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാണ് ഈ ഒരു
അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വ്യക്തി ഒരു ഇതിലേക്ക് നയിച്ചത്, ആ ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. മുഹമ്മദ് ബൗസീസ് ഹാഡ് അപ്ലൈഡ് ഫോർ ലൈസൻസ് ഓഫ് ഷോപ്പ് നിയർ ടൗൺ ഹാൾ ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് ഇറ്റ്. അദ്ദേഹം എന്തായിരുന്നു, ഒരു ടൗണിന്റെ അടുത്തുള്ള ഒരു ഷോപ്പ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലൈസൻസ് ചോദിക്കുന്നു, അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നു, പക്ഷെ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അങ്ങനെ December 17th, when he reached the same place where he used to sell fruits every day, he saw that someone else was selling his goods there. അപ്പോൾ 17th അദ്ദേഹം എന്ത് ചെയ്യാണ്, എവിടെ പോവുകയാണ്, അദ്ദേഹം സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് വെക്കുന്ന സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ പോയി നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുഡ്സ് വേറെ ആരും വിൽക്കുന്നതാണ് കാണുന്നത്. He talked to the person and tried to remove him from the, and when he did not angry, he talked the police. അങ്ങനെ അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞ എന്താണ്, അവിടുന്ന് മാറണം, അതെന്റെ സ്ഥലമാണെന്ന് പറയാം. കാരണം അവിടെ പോയിട്ട് എന്താണ്, someone else was selling his goods, അദ്ദേഹത്തിന്റെ ഗുഡ്സ് ആയിരുന്നു അവിടുന്ന് സെല് ചെയ്തത്. അപ്പൊ അവരിത് കേട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു, പോലീസിനോട് ഇത് പറയുന്നു. But the police took away his fruit and his belongings and insulted him as well as beat. അങ്ങനെ എന്താണ്, ആ ഫ്രൂട്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്യും, എടുത്തെറിയുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് എന്താണ്, മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുകയും ബീറ്റ് ചെയ്യുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഡ്യൂ ടു ഓൾ ദീസ് തിങ്സ് ഹി ബിക്കം വെരി സാഡ് ആൻഡ് ഇൻ ആംഗർ. ഇതൊക്കെ നടന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സങ്കടപ്പെട്ടു, വളരെ ദേഷ്യപ്പെട്ടു. ഹി സ്പ്രിങ്കിൾ കെറോസിൻ ഓൺ ഹിംസെൽഫ് ആൻഡ് സെറ്റ് ഹിംസെൽഫ് ഓൺ ഫയർ ആൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പൊ അവിടെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കെറോസിൻ നമ്മുടെ മണ്ണെണ്ണ മേല് പാർന്നിട്ട് അദ്ദേഹം എന്താണ്, മരിക്കുകയാണ്, സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. പീപ്പിൾ ട്രൈ ടു സേവ് ഹിം ബട്ട് ഹി കുഡ് നോട്ട് സർവൈവ്. ആളുകളൊക്കെ അദ്ദേഹത്തിന് രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല, സർവൈവ് ചെയ്തില്ല, മരണപ്പെട്ടു. വെൽ കമ്മിറ്റിംഗ് സെൽഫ് ഇമ്മോൾട്ടേഷൻ ഹിസ് കസിൻ Ali made a video of the incident and this video became the viral on social media because of Facebook. അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ കസിൻ എന്താണ്, അലി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, സോഷ്യൽ മീഡിയ എക്സ്പെഷ്യലി ഫേസ്ബുക്കിൽ മൊത്തം ഈ വീഡിയോ വൈറൽ ആകുന്നു. അങ്ങനെ he died on 4th January 2011 and thousands of people attended his funeral. അദ്ദേഹം മരണപ്പെടുന്നത് 2011 ജനുവരി 4 ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തിന്റെ ഫ്യൂണറലിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു സാധാരണപ്പെട്ട പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒരു മരണത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥ അല്ലെ. സോ മുഹമ്മദ് ബൗസിന്റെ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ബൗസി നോ സ്ട്രോങ് സ്റ്റെപ്സ് വേർ ടേക്കൺ. ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്സും കാര്യങ്ങളൊന്നും ആരും വെക്കുന്നില്ല. ഡ്യൂ ടു വിച്ച് ദ ആങ്കർ ഓഫ് ദ പീപ്പിൾ ഇൻക്രീസ് ഫർദർ. സോ നമ്മൾ പറയും ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞാലാ അവര് മരിച്ചു, സംഭവം കഴിഞ്ഞാലോ, ആ ലെവലിലായിരുന്നു ഗവൺമെന്റും എല്ലാവരും. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു, ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങി, ആളുകൾ ആങ്കർ ആവാൻ തുടങ്ങി. പീപ്പിൾ ഇൻ ടുനീഷ്യ സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റിംഗ് എ ലാർജ് നമ്പർ. അവരൊരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ പ്രൊട്ടസ്റ്റ് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചു. നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ബുള്ളറ്റ് ഫയേഴ്സ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ദ പീപ്പിൾ കുഡ് സിറ്റ് പീസ്ഫുള്ളി ഇൻ ഫിയർ ബട്ട് ദിസ് ഡിഡ് നോട്ട് ഹാപ്പൻ. അപ്പൊ എന്ത് സംഭവിക്കുകയാണ്, ആളുകൾ പീസ്ഫുൾ ആയിട്ട് നിൽക്കുന്നൊക്കെ വിചാരിച്ച് ഇവര് ഫുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ഫയറിനൊക്കെ ഫയർ ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ ഇവര് പരാജയപ്പെട്ടു പോവാണ് ഗവൺമെന്റ്. ഡ്യൂ ടു ദ ഹൈക്ക് ഇൻ ദ പ്രൊട്ടസ്റ്റ് കർഫ്യൂ വാസ് ഇമ്പോസ്ഡ് ആൻഡ് ലേറ്റർ എമർജൻസി വാസ് ഓൾസോ ഇമ്പോസ്ഡ്. അങ്ങനെ ഈ പ്രൊട്ടസ്റ്റ് വീണ്ടും വീണ്ടും കൂടിക്കൂടി പോവാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, അവിടെ കർഫ്യൂ ഇമ്പോസ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, എമർജൻസിയും ഇമ്പോസ് ചെയ്യുകയാണ്. ബട്ട് ദ എൻഡ് ബെൻ അലി റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ് ആൻഡ് ബെൻ അലി റൂൾ കെയിം ടു എൻഡ്. അങ്ങനെ എന്താണ്, ബട്ട് ദ എൻഡ് ബെൻ അലി. അപ്പൊ അവസാനം ബെൻ അലി എന്ത് ചെയ്യുന്നു, റിസൈൻ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണം എന്താണ്, അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ട്യൂണേഷ്യ റിവോൾട്ടിൽ ആളുകൾ എങ്ങനെയായിരുന്നു, വൈ ഡി ദ പീപ്പിൾ ഓഫ് ട്യൂണേഷ്യ റിവോൾട്ട്, നമുക്കറിയാം ആളുകൾ വളരെ ദേഷ്യത്തിലായിരുന്നു. ഡിക്റ്റേറ്റർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു, കറപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു, അഴിമതികൾ ചുറ്റുപാടും എവിടെ നോക്കിയാലും അഴിമതി തന്നെ, പോവേർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്. അവസാനം നമ്മുടെ മുഹമ്മദ് ബൗസിന്റെ സൂയിസൈഡോടുകൂടിയാണ് ഈ ട്യൂണേഷ്യ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദ സക്സസ് ഓഫ് ദ മൂവ്മെന്റ് ഇൻ ട്യൂണേഷ്യ ദ മൂവ്മെന്റ് ഗ്രാജുവലി സ്പ്രെഡ് ത്രൂ ഔട്ട് ദ നോർത്ത് ആഫ്രിക്ക ആൻഡ് അറബ് കൺട്രീസ്. അങ്ങനെ ഈ ഒരു ട്യൂണേഷ്യയിൽ ഈ ഒരു മൂവ്മെന്റ് വിജയിക്കുകയും ഈ മൂവ്മെന്റ് എന്താ ഗ്രാജുവലി എല്ലായിടത്തും ലൈക്ക് നമ്മുടെ നോർത്ത് ആഫ്രിക്ക അറബ് കൺട്രീസിലൊക്കെ ഈ ഒരു മൂവ്മെന്റ് എത്തുകയും ചെയ്തു. ഇനി നോക്കിക്കേ എന്തൊക്കെയാണ് ഈ ഒരു അറബ് സ്പ്രിംഗ് അല്ലെങ്കിൽ അറബ് മൂവ്മെന്റിന്റെ കോൺസിക്വൻസ്, പരിണിത ഫലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറബ് റെവല്യൂഷൻ ഡിഡ് നോട്ട് സക്സീഡ്. It benefited only in Tunisia. ട്യൂണേഷ്യയിൽ മാത്രമേ മക്കളെ ഇതിന്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ലിബിയ,
Syria were completely destroyed the Arab Revolution. Libya സിറിയും എന്തായിരുന്നു? സിറിയും കംപ്ലീറ്റ്ലി അറബ് റവല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസ്ട്രോയിഡ്, നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിലിറ്ററി റൂൾ ബിക്കം സ്ട്രോങ്ങർ ഇൻ സം കൺട്രീസ്. ചില കൺട്രീസിൽ എന്ത് ചെയ്തു? മിലിറ്ററി റൂൾ എന്ത് ചെയ്തു? വീണ്ടും സ്ട്രോങ്ങർ ആവാൻ തുടങ്ങി. സൗദി അറേബ്യ ആൻഡ് അതർ കൺട്രീസ് ഹാൻഡിൽ ദ സിറ്റുവേഷൻ വൈസ്ലി. അവരെന്ത് ചെയ്തു? വളരെ ബുദ്ധിപൂർവ്വത്തോടെ, സൗദി അറേബ്യ പോലുള്ള ചില കൺട്രീസ് എന്ന് മറ്റുള്ള കൺട്രീസ് ഒക്കെ ഇത് ബുദ്ധിപൂർവ്വത്തോടെ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു അല്ലേ? ഇനി മക്കളെ, മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ആണ് ഈ പാഠഭാഗത്തിലെ അടുത്ത കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ അല്ലെ? അഫ്ഗാനിസ്ഥാൻ ക്രൈസിസ് 1979 അഫ്ഗാനിസ്ഥാൻ ക്രൈസിസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനു മുന്നേ അഫ്ഗാനിസ്ഥാനിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ ശ്രദ്ധിച്ചേടാം, അഫ്ഗാനിസ്ഥാൻ റിമൈൻ സെപ്പറേറ്റ് ഫ്രം ബോത്ത് ദ വേൾഡ് വാർ ആൻഡ് ദ കോൾഡ് വാർ. വേൾഡ് വാറിനും കോൾഡ് വാറിനും സെപ്പറേറ്റ് ചെയ്തിരുന്ന ആ കൂട്ടരായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. സം പൊളിറ്റിക്കൽ ചേഞ്ചസ് മേഡ് കുറച്ച് രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ 1960 സംഭവിച്ചിരുന്നു. ബിക്കോസ് അപ്പം അവിടെ അഫ്ഗാനിസ്ഥാനിലെ കിങ് എന്ന് പറയുന്നത് സാഹിർ ഷാ ആയിരുന്നു. ആ സമയത്ത് കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിരുന്നു. നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ആളുകൾക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് ലഭിച്ചു, അതേപോലെ തന്നെ വിമന്റെ എഡ്യൂക്കേഷൻ എംബസൈസ് ചെയ്തു. ഇതൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന മാറ്റങ്ങളാണ്. ഹി വാസ് ഡിപ്പോസ്ഡ് 1973 by king's cousin Dawood Khan and himself become the പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് അഫ്ഗാനിസ്ഥാൻ. അദ്ദേഹം ആര്? നമ്മുടെ സാഹിർ ഷാ, അഫ്ഗാനിസ്ഥാനിലെ ഷാഹിർ ഷാ എന്തു ചെയ്തു എന്ന് പറഞ്ഞത്? ഹി വാസ് ഡിപ്പോസ്ഡ് in 1973 by the king's cousin ദാവൂദ് ഖാൻ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സ്വന്തം തന്നെ ഹിംസെൽഫ് ബിക്കം ദി പ്രസിഡന്റ് ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ. പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ആരായി? അഫ്ഗാനിസ്ഥാൻ ഇദ്ദേഹം തന്നെയായി മാറി. അപ്പൊ സോഷ്യലിസ്റ്റ് ഇന്റർവെൻഷൻ ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോഷ്യലിസ്റ്റ് ഇന്റർവെൻഷൻ നോക്കുകയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം 1978 ദ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ അവിടെ എന്ത് ചെയ്തു? അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടാണ്, ദാവൂദ് ഖാൻ എന്ത് ചെയ്യുക? ഗവൺമെന്റിൽ ഭരണത്തിൽ വരികയാണ്. അതായത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ ഓവർ ത്രൂ ദ ഗവൺമെന്റ് ഓഫ് ദാവൂദ് ഖാൻ. ദെൻ അതിൽ നമ്മൾ PDPA എന്ന് പറയും. PDPA വാസ് എ സോഷ്യലിസ്റ്റ് പാർട്ടി. PDPA എന്ന് പറയുന്നത് എന്താ? ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നു. അണ്ടർ ദ ലാൻഡ് റിഫോം പ്രോസസ് ദേ സ്റ്റാർട്ടഡ് taking land from people who had a lot of land and started distributing this land among those who did not have the land. So land reformation process അവർ ചെയ്തത് എന്താ വെച്ചാൽ, ഒരുപാട് ലാൻഡ് ഉള്ളവർ എന്ത് ചെയ്യണം? അവരെ ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്നാൽ ലാൻഡ് ഒന്നുമില്ലാത്ത ആളുകൾക്ക് അത് ലഭ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ബിക്കോസ് ഓഫ് ദിസ് പീപ്പിൾ ഓഫ് ദ വില്ലേജ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ഗോട്ട് ആംഗ്രി വിത്ത് ദ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ഈ അഫ്ഗാനിസ്ഥാനിലെ വില്ലേജിലെ ആളുകളൊക്കെ ഗവൺമെന്റിനോട് വളരെ ദേഷ്യപ്പെട്ടു. അവരെന്ത് ചെയ്തു? ബിക്കോസ് ദേ ഹാഡ് because they had lands in high amount. അപ്പൊ അവർക്ക് എന്താണ്? ഹൈ എമൗണ്ടിൽ ലാൻഡ്സും കാര്യങ്ങളൊക്കെ ഇതാക്കാനായിരുന്നു. പക്ഷെ എന്താണ്? ഗവൺമെന്റ് റിയാക്ഷൻ എന്ത് ചെയ്തു? ആളുകൾ എതിരായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്ന എന്താണ്? പിന്നെ ആളുകൾ നോക്കുന്ന എന്താണ്? ഡ്യൂ ടു ദ ലാൻഡ് റിഫോം വില്ലേജസ് സ്റ്റാർട്ടഡ് റിവോൾട്ടിങ്. അങ്ങനെ ഈ ലാൻഡ് റിഫോംസ് എന്ത് കൊണ്ടുവന്നു? വില്ലേജസിൽ റിവോൾട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. The government tried to suppress this rebellion but did not success. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇത് സപ്രസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഇതെന്താണ്? ഇതിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കിക്കേ, USSR ആൻഡ് അഫ്ഗാനിസ്ഥാനാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? USSR ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇവിടെ നോക്കിക്കേടാ, the socialist government formed in Afghanistan sought help from Soviet Union and the Soviet Union helped by providing weapons and other material. USSRും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ the socialist government formed in Afghanistan. അഫ്ഗാനിസ്ഥാനിൽ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു ഫോം ചെയ്തിരുന്നത്. ആരുടെ സഹായത്തോടുകൂടെ? സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുകൂടെ. സോവിയറ്റ് യൂണിയൻ ഹെൽപ്പ് ബൈ പ്രൊവൈഡിങ് വെപ്പൺസ് ആൻഡ് അതർ മെറ്റീരിയൽ. സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അഫ്ഗാനിസ്ഥാന് വെപ്പൺസും മറ്റുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൈമാറിയിട്ടുണ്ടായിരുന്നത്. ദ വില്ലേജസ് കുഡ് നോട്ട് ബി കൺട്രോൾ അല്ലെ? അപ്പൊ വില്ലേജസിന് എന്താണ്? കൺട്രോൾ ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സീയിങ് ദ സിസ്റ്റം deteriorating in 1979, the Soviet sent in an army to Afghanistan. 1979 സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ആർമി അഫ്ഗാനിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുന്നു. മക്കളെ ഒരു മിനിറ്റ്, മിസ് ഒന്ന് വെള്ളം കുടിച്ചാട്ടെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ. The sending of Soviet troops of Afghanistan was opposed by the General Assembly of
34 Muslim countries and the United Nations. എന്താ ഇവിടെ പറയുന്നത്? The sending of Soviet troops to Afghanistan was opposed General Assembly. അല്ലേ? ജനറൽ അസംബ്ലിയിൽ ഇങ്ങനെ കൊണ്ടുവന്നത് എന്ത് ചെയ്തു? അവർ ഒപ്പോസ് ചെയ്തു. ബട്ട് ദ സോവിയറ്റ് യൂണിയൻ ഡിഡ് നോട്ട് ലിസൺ ടു എനി വൺ. പക്ഷെ സോവിയറ്റ് യൂണിയൻ ആരും കേൾക്കുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. ടു ഫുൾ കൺട്രോൾ ഓഫ് ദ സിറ്റീസ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അവിടുത്തെ എല്ലാ കൺട്രീസിലെ സിറ്റീസിലെ അഫ്ഗാനിസ്ഥാനിലെ എല്ലാ സിറ്റീസിലെയും കൺട്രോൾ ആരേറ്റെടുക്കുന്നു? സോവിയറ്റ് യൂണിയൻ ഏറ്റെടുക്കുന്നു. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നു. ദെൻ 1979 എന്ത് സംഭവിക്കുകയാണ്? 1979 കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ വാർ നടക്കുന്നുണ്ടടാ. എങ്ങനെയാണ് ഈ ഒരു വാർ നടക്കുന്നത്? ഡ്യൂറിംഗ് ദിസ് എ വാർ സ്റ്റാർട്ടഡ് ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് ആർമി ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് ദ പീപ്പിൾ ഓഫ് അഫ്ഗാനിസ്ഥാൻ, നെയിംലി ഇറ്റ് എ വാർ ഓഫ് റിലീജിയൻ. സോ ഇതെന്താണ്? വാർ ഓഫ് റിലീജിയൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആര് തമ്മിലാണ് ആ വാർ നടക്കുന്നത്? സോവിയറ്റ് യൂണിയനിലെ ആർമിയും അതേപോലെ അഫ്ഗാനിസ്ഥാനിലെ പീപ്പിളുമായി ായിരുന്നു ആർമി നടന്നിട്ടുണ്ടായിരുന്നത്. ദ പീപ്പിൾസ് ഓഫ് അഫ്ഗാനിസ്ഥാൻ were supported by US and thus two superpowers came face to face അഫ്ഗാനിസ്ഥാൻ war. അപ്പം the peoples of Afghanistan were supported by the US. അഫ്ഗാനിസ്ഥാനിലെ ആളുകളെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആര് വന്നു? US വന്നു. അങ്ങനെ സൂപ്പർ പവേഴ്സ് വീണ്ടും എന്താണ്? അഫ്ഗാനിസ്ഥാൻ വാറിൽ വീണ്ടും ഒന്നിക്കുകയാണ്. നോക്കിക്കേ, ഒസാമ ബിൻ ലാദൻ വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദിസ് വാർ ഡ്യൂ ടു ദിസ് മക്കളെ നോക്കിക്കേ, ഒസാമ ബിൻ ലാദൻ വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദിസ് വാർ ആൻഡ് ഡ്യൂ ടു ദിസ് വാർ മെനി ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ലൈക്ക് താലിബാൻ ആൻഡ് അൽ ഖുദ് എമർജ്. സോ ഈ ഒരു വാർ കാരണം ഒരുപാട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാണ്? എമേർജ് ചെയ്യുകയാണ്. താലിബാനും അൽ ഖുദയും ഒക്കെ എന്ത് ചെയ്യാണ്? എമേർജ് ചെയ്യുന്ന ഈ ഒരു അഫ്ഗാനിസ്ഥാൻ വാറിന്റെ സമയത്തായിരുന്നു. ഈ ഒരു വാറിന്റെ എൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1985 ഗോർബച്ചേവ് ബിക്കം ദ പ്രസിഡന്റ് ഓഫ് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ട് ഗോർബച്ചേവ് വരുന്നു. സോവിയറ്റ് യൂണിയന്റെ സിസ്റ്റവും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്തു ചെയ്യാണ്? അഫ്ഗാനിസ്ഥാന് ആർമി കംപ്ലീറ്റ്ലി സോവിയറ്റ് യൂണിയൻ എന്തു ചെയ്യുകയാണ്? വിഡ്രോ ചെയ്യുകയാണ്. ആൻഡ് സോവിയറ്റ് ആർമി വാസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് അഫ്ഗാനിസ്ഥാൻ. 1989 അഫ്ഗാനിസ്ഥാൻ കംപ്ലീറ്റ്ലി എന്തു ചെയ്തു? സോവിയറ്റ് ആർമി അവിടുന്ന് പോയി. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ വാർ എൻഡ് എങ്ങനെയാണ്? അത്തരത്തിലാണ് അഫ്ഗാനിസ്ഥാൻ വാർ എൻഡ് ചെയ്യുന്നത്. ഇനി ആഫ്റ്റർ ദ എൻഡ് ഓഫ് അഫ്ഗാനിസ്ഥാൻ വാർ എൻഡ് ചെയ്തതിനു ശേഷം എങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ? ഈവൺ ആഫ്റ്റർ ദ വിഡ്രോവൽ ഓഫ് USSR ആർമി ദ പ്രോബ്ലം ഇൻ അഫ്ഗാനിസ്ഥാൻ ഡിഡ് നോട്ട് എൻഡ്. പക്ഷെ അവിടുന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ പ്രോബ്ലംസും കാര്യങ്ങളും എൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം എന്തു സംഭവിച്ചു? ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ സിവിൽ വാർ ബിറ്റ്വീൻ ദ ടെററിസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് ഡെവലപ്ഡ് സച്ച് ആസ് അൽ ഖ്വയ്ദ, താലിബാൻ ആൻഡ് അതർ ഗ്രൂപ്പ്സ്. അൽ ഖ്വയ്ദ, താലിബാൻ അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പ്സിന്റെ എന്തു ചെയ്തു? അവര് ആ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ സിവിൽ വാർസും കാര്യങ്ങളും എന്ത് ചെയ്തു? നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഗൾഫ് വാർ പഠിക്കാനുണ്ട് മക്കളെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് പറഞ്ഞത്. അഫ്ഗാനിസ്ഥാൻ വാറിനെ കുറിച്ചും അതിന്റെ എൻഡിനെ കുറിച്ചിട്ടും അതിനുശേഷം നടന്ന കാര്യങ്ങളും ഇങ്ങനെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫ് വാറിനെ കുറിച്ചാണ്. ഗൾഫ് യുദ്ധം അല്ലെ. ഗൾഫ് യുദ്ധത്തിന് നോക്കിയേ, ഇറാഖ് ഓക്യുപ്പൈഡ് കുവൈറ്റിന് 1990. 1990 ഇറാഖ് എന്ത് ചെയ്യാണ്? ഇറാഖ് ഒക്യുപ്പൈഡ് ചെയ്യുക അല്ലെ കുവൈറ്റിനെ. വേൾഡ് കൺട്രി ട്രൈ ടു കൺവിൻസ് ഇറാഖ് ബട്ട് ഇറാഖ് ഡിഡ് നോട്ട് അഗ്രി. അപ്പൊ വേൾഡ് കൺട്രീസ് എല്ലാരും ഇറാഖിനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്, വേണ്ട വേണ്ട. പക്ഷെ ഇറാഖ് ഇതൊന്നും കേൾക്കുന്നില്ല അല്ലെ. അതിന്റെ അവസാനം എന്ത് ചെയ്തു? UNO അലൗഡ് ദ US ഫോഴ്സ് ഓൺ ഇറാഖ്. അങ്ങനെ UN എന്ത് ചെയ്യാണ്? നമ്മുടെ UNO അലോട്ട് ദ യൂസ് ഓഫ് ഫോഴ്സ് ഓൺ ഇറാഖ്. ഇറാഖിൽ ഒരു ഫോഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി UN എന്താണ് തീരുമാനിക്കുന്നു, അലോ ചെയ്യുന്നു. ദിസ് മിലിറ്ററി ഓപ്പറേഷൻ വാസ് നെയിം ദ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. സോ അങ്ങനെ UN പറഞ്ഞതിനെ തുടർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഓപ്പറേഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു. അതിന്റെ പേര് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നായിരുന്നു. UNO ഫോഴ്സസ് were sent to attack Iraq. UNO ഫോഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇറാഖിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു. Although this army was a mixed army of 34 countries, but 75% of the soldiers were America and the general of this army was also American. 35 കൺട്രീസിന്റെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഈ ഒരു ആർമി എന്ന് പറയുന്നത്. പക്ഷെ അതിലെ 75 സോൾജേഴ്സും എന്തായിരുന്നു? അമേരിക്കക്കാരായിരുന്നു. ആൻഡ് അതിന്റെ ജനറലും ആരായിരുന്നു? ഒരു അമേരിക്കക്കാരനായിരുന്നു. സദാം ഹുസൈൻ who was president of the Iraq at that time. ആ സമയത്ത് ഇറാഖിന്റെ പ്രസിഡന്റ് സദാം ഹുസൈൻ ആയിരുന്നു. said that this war could be war of
100 wars. ഈ വാർന്ന് അദ്ദേഹം പറഞ്ഞാൽ ഈ ഒരു വാർ എന്ന് പറഞ്ഞാൽ 100 വാറുകൾക്ക് തുല്യമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മീനിങ് ദാറ്റ് ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട് ടു ഡിഫീറ്റ് ഇറാഖ്. അതിനർത്ഥം എന്താണ്? ഇറാഖിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ബട്ട് നത്തിങ് ലൈക്ക് ദീസ് ഹാപ്പൻഡ് ആൻഡ് ഇറാഖ് വാസ് ഈസിലി ഡിഫീറ്റഡ് ഇൻ എ ഫ്യൂ ഡേയ്സ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു വിത്തിൻ ഫ്യൂ ഡേയ്സ് എന്താണ് ഇറാഖിന് എന്താണ് പരാജയപ്പെടുത്തിയിട്ട് കുവൈറ്റിന് എന്താണ് ഇറാഖിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദിസ് വാർ അമേരിക്ക മെയ്ഡ് ആൻ ഓപ്പൺ ഡിസ്പ്ലേ ഓഫ് ഇറ്റ്സ് പവർ. അപ്പൊ എത്രത്തോളം പവർ ഉണ്ടെന്ന് ഒരു ഓപ്പൺ ഡിസ്പ്ലേ കാണിക്കുന്ന രീതിയിലായിരുന്നു അമേരിക്കക്ക് ഈ ഒരു വാർ. അമേരിക്ക എന്ത് ചെയ്തു? സ്മാർട്ട് ബോംബ്സ് യൂസ് ചെയ്തു ഈ വാറിൽ. പിന്നെ എന്ത് ചെയ്തു? അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ട് വാർ എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ട് വാർ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ബോംബ്സ് അമേരിക്ക യൂസ് ചെയ്തു. സിമുലേറ്റ്ലെസ്ലി This war was broadcasted on live on TV, due to which it was called the video game war. So ഇതെന്തായിരുന്നു? ടിവിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വീഡിയോ ഗെയിം വാർ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. This decision to attack Iraq taken by UNO was called dramatic because no such decision had ever been taken by UNO before. അതായത് UNO എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പീസ് സമാധാനം നിലനിർത്താൻ വേണ്ടി ആരംഭിച്ച ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇതുവരെ ഇതിന് മുന്നോ അല്ലെങ്കിൽ ഇതിന് ശേഷം ഇത്തരത്തിലുള്ളൊരു കാര്യം ആര് യുഎൻഒയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ യുഎൻഒന്റെ ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. കാരണം വേറെ ഒരുപാട് ആളുകൾ എല്ലാ കൺട്രീസും ഇറാഖുമായിട്ട് നെഗോഷിയേഷനിൽ പോയിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കുവൈറ്റിനെ പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് യുഎൻഒന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അറ്റാക്കും കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നത്? ഓർഡർ ചെയ്യുന്നത്. ഇനി മക്കളെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ വളരെ ഈസി പീസി ചാപ്റ്റർ, കുറച്ചൊരു ലോങ് നമുക്ക് തോന്നെങ്കിലും അതിലെ ഓരോ പോയിന്റ്സും കൃത്യമായി പഠിച്ചാൽ നമുക്ക് ആ പാഠം വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന ചാപ്റ്റർ എന്റെ മക്കള് അടിപൊളിയായിട്ട് സെറ്റായിട്ടും പവറായിട്ടും പഠിച്ചെന്ന് മിസ് വിശ്വസിക്കുകയാണ്. നമുക്കിനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാലോ? എല്ലാവരും റെഡി അല്ലടാ? യെസ്, സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. സെറ്റായിട്ട് അടിപൊളിയായിട്ട് പവറായിട്ട് നിൽക്കല്ലേ മിസ്സിന്റെ മക്കള്? അല്ലേടാ? യെസ്. അപ്പൊ എല്ലാരും പവറായി നിൽക്കാന്ന് മിസ്സിന് മനസ്സിലായി. അപ്പൊ നമുക്കതാ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്താണ്? US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്. വേൾഡ് പൊളിറ്റിക്സിലെ യുഎസിന്റെ ഹെജിമണിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ യുഎസിന്റെ ഹെജിമണി നോക്കുന്ന സമയത്ത് എന്താണ് ഈ ഹെജിമണി എന്ന് ആദ്യം അറിയണം അല്ലെ. ഹെജിമണി മീൻസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് കൺട്രി ഇറ്റ്സ് എ സ്ട്രോങ്ങർ പൊസിഷൻ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഓഫ് ദ വേൾഡ്. നമ്മുടെ വേൾഡിൽ ഒരുപാട് കൺട്രീസ് ഉണ്ട്. ആ കൺട്രീസിന് ആരാണ് കുറച്ച് ഉന്നതിയിലുള്ളത്, ആരാണ് ഒരു ഹൈ പൊസിഷനിലുള്ളത്, ഒരു ഹൈറാർക്ക്, ഒരു ഡോമിനൻസ് ആർക്കാണ്, അതിനെയാണ് നമ്മൾ ഹെജിമണി എന്ന് പറയുന്നത്. അമേരിക്ക ഹെജിമണി ഓൾസോ മീൻസ് എ സിമിലർ സിറ്റുവേഷൻ. അതേ സെയിം സംഭവം തന്നെയാണ് അമേരിക്കൻ ഹെജിമണി എന്ന് പറയുന്നത്. ഇൻ വിച്ച് അമേരിക്ക ഈസ് ഇൻ എ മോർ പവർഫുൾ പൊസിഷൻ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഓഫ് ദ വേൾഡ്. വേൾഡിലെ മറ്റുള്ള കൺട്രീസിനെക്കാളും കൂടുതൽ പവർഫുൾ ആരായിരുന്നു? അമേരിക്കയായിരുന്നു. ദിസ് ഹെജിമണി വാസ് ഇൻ ദ എക്കണോമിക് പരമായിട്ട്, പൊളിറ്റിക്കൽ പരമായിട്ട്, കൾച്ചറൽ സ്ഫിയർ എല്ലാ രീതിയിലും എന്താണ് അമേരിക്ക കൂടുതൽ പവർ ആയിരുന്നു. ഇനി ഇവിടെ നോക്കിക്കേ, വൈ ഡിഡ് ദിസ് സിറ്റുവേഷൻ ഹാപ്പൻ? നമുക്കറിയാം എന്തുകൊണ്ടാണ് അമേരിക്ക എക്കണോമിക്കലി, പൊളിറ്റിക്കലി, സോഷ്യലി, കൾച്ചറലി ഒക്കെ നമ്മൾ ഹൈ പൊസിഷനിലുള്ളത്. നമുക്കത് നോക്കാം അല്ലെ. During the Cold War, when there were two superpowers in the world, നമുക്കറിയാം കോൾഡ് വാറിന്റെ സമയത്ത് 2 സൂപ്പർ പവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ സോവിയറ്റ് യൂണിയനും അതേപോലെ തന്നെ അമേരിക്കയും. അപ്പൊ then the balance of power was maintained. അവരെപ്പോഴും അവരെ പവർ ബാലൻസ് ചെയ്തിരുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ബട്ട് ആഫ്റ്റർ ദ റിസൊല്യൂഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ ഓൺലി വൺ പവർ കൺട്രി അമേരിക്ക ലെഫ്റ്റ് ഇൻ ദ വേൾഡ്. അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ സോവിയറ്റ് യൂണിയന്റെ പതനത്തോടു കൂടി ശേഷം അമേരിക്ക എന്ത് ചെയ്തു? നമ്മുടെ വേൾഡിലെ സൂപ്പർ പവറായി മാറി. ഡ്യൂ ടു ദിസ് ബാലൻസ് ഓഫ് പവർ ദ വേൾഡ് എൻഡഡ് അമേരിക്ക ബിക്കം അലോൺ ദ സൂപ്പർ പവർ. ദിസ് സിറ്റുവേഷൻ ഈസ് കോൾഡ് അമേരിക്കൻ ഹെജിമണി. അങ്ങനെ ഈ ഒരു 2 സൂപ്പർ പവേഴ്സ് ഉണ്ടായിരുന്ന ഒരു സൂപ്പർ പവേഴ്സ് എന്ത് ചെയ്തു? നശിച്ചു പോവുകയും മറ്റ് സൂപ്പർ പവേഴ്സ് സ്റ്റിൽ അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. സോ അതിനുകൊണ്ടാണ് നമ്മൾ എന്താണ് US ഹെജിമണി അല്ലെങ്കിൽ അമേരിക്കൻ ഹെജിമണി എന്ന് നമ്മളിവിടെ വിളിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുന്നു ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിനെ കുറിച്ച് നമ്മൾ പറയുന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഇറാഖ് കുവൈറ്റ് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി 1990 ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് ആളുകൾ ഇറാഖിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇറാഖ് എന്ത് ചെയ്യുന്നില്ല, കൺവിൻസ് ആവുന്നില്ല. സോ ആ സമയത്ത് എന്താണ് നമ്മുടെ UN എന്ത് ചെയ്യുക, ഒരു ഡ്രമാറ്റിക് ഡിസിഷൻ തീരുമാനിക്കുന്നു. അവരെന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു ഇറാഖിലേക്ക് ഒരു ഫോഴ്സ്
അയക്കാൻ വേണ്ടി ഓർഡർ ചെയ്യുന്നു. സോ ആ ഓപ്പറേഷൻ ആണ് എന്ത് പേര്? ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് UNO ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇറാഖിലേക്ക് ഒരു ഇവരെ അയക്കുന്നുണ്ട്. 34 കൺട്രീസ് എന്തായിരുന്നു അതിൽ പങ്കെടുത്തെങ്കിലും UNO ആയിരുന്നു അതിൽ എന്ത് എന്ന് പറയുന്നത് ഒരു ഹൈ പൊസിഷൻ. നമ്മളെ US ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. 75% അമേരിക്കൻസ് ആയിരുന്നു. അതേപോലെ തന്നെ എന്തായിരുന്നു ആ വാറിൽ ഈസിലി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇറാഖുകാരെ പരാജയപ്പെടുത്തിയിട്ട് കുവൈറ്റിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇതെന്താണ് TV-യിലൊക്കെ ഈ ഒരു വാർ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർ വീഡിയോ ഗെയിം വാർ എന്നറിയപ്പെടുന്നത്. ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് നമുക്ക് പഠിക്കണം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്താന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചു, ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. അതായത് 1998 ടു US എംബസീസ് നൈറോബി ആൻഡ് ദാർ എസ് സലാം വർ അറ്റാക്കഡ്. 1998 നമ്മളെ US-ന്റെ 2 എംബസീസ് ആയിട്ടുണ്ടായ നൈറോബിയും അതേപോലെ തന്നെ ദാർ എസ് സലാമിയും എന്ത് ചെയ്യുക? അറ്റാക്ക് ചെയ്യുകയാണ്. ദ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അൽഖ്വയ്ദ വാസ് ബ്ലെയിം ഫോർ ദിസ് അറ്റാക്ക്. സോ ഇത് ചെയ്തത് അൽഖ്വയ്ദ ആണെന്നായിരുന്നു നമ്മൾ ബ്ലെയിം ചെയ്ത ആ സമയത്ത്. ഇൻ റെസ്പോൺസ് the US launch ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റിച്ച്. സോ ആ സമയത്ത് US ലോഞ്ച് ചെയ്ത ഓപ്പറേഷൻ ആയിരുന്നു, അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്ന് പറയുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഓപ്പറേഷൻ, ഈ ഓപ്പറേഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? വാസ് ടു ടേക്ക് റിവെഞ്ച് ഫ്രം അൽഖ്വയ്ദ. അൽഖ്വയ്ദയോട് റിവെഞ്ച് ചെയ്യായിരുന്നു അവരുടെ മെയിൻ കാര്യം. ഈ ഒരു ഓപ്പറേഷൻ, അണ്ടർ ദിസ് ഓപ്പറേഷൻ അൽഖ്വയ്ദ ബേസ് വർ അറ്റാക്ക് വിത്ത് ക്രൂയിസ് മിസൈൽ ആൻഡ് ദ പെർമിഷൻ ഓഫ് ദ UNO വാസ് നോട്ട് ഈവൻ ടേക്കൻ. അങ്ങനെ ഈ ഒരു ഓപ്പറേഷനിൽ എന്തായിരുന്നു? അൽഖ്വയ്ദ ബേസ് വർ അറ്റാക്ക് വിത്ത് ക്രൂസൈൽ മിസൈൽ ആൻഡ് ദ പെർമിഷൻ ഓഫ് ദ UNO വാസ് നോട്ട് ഈവൻ ടേക്കൻ. മെനി ഇന്നസെന്റ് പീപ്പിൾ വർ കിൽഡ്. ആ ഒരു ക്രൂയിസ് മിസൈലിൽ എന്താണ് ഒരുപാട് ആളുകൾ മരിക്കുന്നു. ഡു വിച്ച് അമേരിക്ക വാസ് ക്രിട്ടിസൈസ് എ ലോട്ട്. ആ സമയത്ത് അമേരിക്കയ്ക്ക് ഒരുപാട് ക്രിട്ടിസൈസും കാര്യങ്ങളൊക്കെ ലഭിച്ച ഒരു സംഭവമായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മളെ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 2001 സെപ്റ്റംബറിലാണ് ഇത് മക്കളെ നടന്നത്. ആ സമയത്ത് 19ഓളം അബൌട്ട് 90 ഹൈജാക്കേഴ്സ് ഫ്രം ഡിഫറെന്റ് അറബ് കൺട്രീസ് ഹൈജാക്കഡ് 4 അമേരിക്കൻ പ്ലെയിൻ എന്ത് ചെയ്യാണ്? ഇവര് ഹൈജാക്ക് ചെയ്യുകയാണ്. ദ ഫ്ലൂ ദിസ് പ്ലെയിൻ സ്ട്രേറ്റ് ടുവേർഡ്സ് എ മേജർ ബിൽഡിംഗ് ഓഫ് അമേരിക്ക. ഈ പ്ലെയിൻ എന്താണ്? അമേരിക്കയിൽ ഒരുപാട് മേജർ ബിൽഡിംഗിൽ പോയി ഇടിക്കുന്നു. Two of this plane collide with the North and South Towers of the World Trade Centers in New York. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റേഴ്സിൽ അവർ പോയിട്ടും ഇടിക്കുന്നുണ്ട്. 2 ട്രെയിന്. മൂന്നാമത്തെ പ്ലെയിന് മൂന്നാമത്തത് എന്താ ചെയ്യുന്നത്? വിത്ത് പെന്റഗൺ ഓഫ് ഇൻ വെർജീനിയ where the US defense headquarters in located. US-ന്റെ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റഡ് ആയിട്ടുള്ള വെർജീനിയയിലും പോയിട്ടും ഇത് എന്ത് ചെയ്യുക? മൂന്നാമത്തെ പ്ലെയിൻ എന്ത് ചെയ്യുക? കൊളൈഡ് ചെയ്യാണ്. ദ ഫോർത്ത് പ്ലെയിൻ വാസ് അങ്ങോട്ടാ പോകുന്നത് മെയിൻ US കോൺഗ്രസിന്റെ മെയിൻ ബിൽഡിങ്ങിലേക്ക് എന്ത് ചെയ്യാണ്? പെൻസിൽവാനിയയിലെ മെയിൻ ബിൽഡിങ്ങിലേക്ക് പോയി ക്രാഷ് ചെയ്യുന്നു. ഈ ഒരു അറ്റാക്ക്, ദിസ് അറ്റാക്ക് ഹാപ്പൻഡ് ഓൺ 11 സെപ്റ്റംബർ. 11 സെപ്റ്റംബർ 11 ആയിരുന്നു ഈ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. Therefore it's called 9/11. സോ ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിച്ചത്? 9/11 എന്ന് വിളിച്ചത്. 9/11 എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു അറ്റാക്ക് ആയിരുന്നു ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന് പറയുന്നത്. എന്താ വിളിച്ചത്? 9/11 എന്നായിരുന്നു. 9/11 എന്നായിരുന്നു ഈ വാറിനെ നമ്മൾ വിളിച്ചത്. അപ്പൊ നമുക്ക് ഇങ്ങനെ 9/11 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു 9/11 കോൺസിക്വൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒരു ബിഗ്ഗസ്റ്റ് അമേരിക്ക ഇതുവരെ ഇത്രത്തോളം ഉള്ള ഒരു അറ്റാക്ക് ഫേസ് ചെയ്തത്, അത്രത്തോളം വലിയൊരു അറ്റാക്ക് ആയിരുന്നു അമേരിക്ക ഫേസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 3000 ആളുകൾ എന്ത് ചെയ്തു? 3000 ആളുകൾ ഇത് മരണപ്പെടുകയാണ്. സോ ബിഗിനിങ് ഓഫ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ബിഗിനിങ് ആയിരുന്നു ഇത്. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം വാസ് ലോഞ്ച് അഗെയിൻസ്റ്റ് ഓൾ ദോസ് ഹു സസ്പെക്റ്റഡ് 9/11. Its main target was Al-Qaeda and Taliban. So ഇവര് ഈ ഒരു ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ 9/11 ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവരെ ടാർഗറ്റ് ആർക്കെതിരെയായിരുന്നു? അൽഖ്വയ്ദക്കും താലിബാനും എതിരെയായിരുന്നു. അണ്ടർ ദിസ് ഓപ്പറേഷൻ അമേരിക്ക മേഡ് അറസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ്. പീപ്പിൾ were kept in secret mines and no one was allowed to meet these prisoners. സോ പ്രിസണേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അമേരിക്ക വേൾഡ് മൊത്തം അറസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അത്രത്തോളം അവര് ശ്രദ്ധിച്ചിട്ടും കാര്യങ്ങളായിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മള്
ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആണ് അടുത്തതായിട്ട് മക്കളെ പഠിക്കുന്നത്. നോക്കിക്കേ, 2003 മാർച്ച് 19 ഇത് നടക്കുന്നത്. US ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുകയാണ്. US ലോഞ്ച് ചെയ്യുന്നതാണ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം ഇൻ ദിസ് ആൻ ആർമി വാസ് ഫോം വിച്ച് വാസ് മൾട്ടിനാഷണൽ ആർമി. ഒരു ആർമി ഫോം ചെയ്യുന്നു, മൾട്ടിനാഷണൽ ആർമി ആയിരുന്നു. അതിൽ 40 നാഷൻസ് ഉണ്ടായിരുന്നു, 40 നാഷൻസ് ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ദിസ് ആർമി, ഈ ഒരു ആർമിയെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് കോയിലേഷൻ ഓഫ് വില്ലിങ്സ് എന്നായിരുന്നു വിളിച്ചത്. കോയിലേഷൻ ഓഫ് വില്ലിങ്സ് എന്നായിരുന്നു ഈ ഒരു വില്ലിംഗ് എന്നായിരുന്നു ഈ ഒരു ആർമിയെ നമ്മൾ വിളിച്ചിരുന്നത്. വില്ലിങ്സ് അല്ല, വില്ലിംഗ്. It was said by the US that this army was created to eliminate the weapons of mass destruction being made in Iraq and to stop their production. So Iraq ഈ ഒരു ആയുധങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ആർമി ക്രിയേറ്റ് ചെയ്തതെന്നാണ് US പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ആഫ്റ്റർ ദ അറ്റാക്ക് നോ വെപ്പൺസ് വേർ ഫൗണ്ട് ഇൻ ഇറാഖ്. പക്ഷെ ഈ ഒരു അറ്റാക്കിന് ശേഷം എന്താണ്, ബട്ട് ആഫ്റ്റർ ദ അറ്റാക്ക് നോ വെപ്പൺസ് വേർ ഫൗണ്ട് ഇൻ ഇറാഖ്. ഇറാഖിൽ ഒരു വെപ്പൺസും കണ്ടെത്തിയില്ല. ഇറ്റ് വാസ് ബിലീവ് ദാറ്റ് the main objective of this attack was to capture Iraqi oil reserves. So ഇറാഖിലെ വെപ്പൺസ് ക്യാപ്ചർ ചെയ്യാനാണ് ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇറാഖിലെ ഒരു വെപ്പൺസ് നമുക്ക് എന്താ ക്യാപ്ചർ ചെയ്യാനും അവിടെ കണ്ടെത്തിയിട്ടും കൊണ്ടുണ്ടായിരുന്നില്ല. ഒരു വെപ്പൺസ് നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല. പക്ഷെ ആക്ച്വലി ഈ അറ്റാക്ക് എന്തിനായിരുന്നു, ഇറാഖിലെ ഓയിൽ റിസോഴ്സസ് ക്യാപ്ചർ ചെയ്യാനായിരുന്നു. The US did not even consider it necessary to take permission of UNO for this attack. അപ്പോൾ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷന് ഒരു പെർമിഷനോ കാര്യങ്ങളൊന്നും ചോദിക്കാതെയാണ് ഈ ഒരു അറ്റാക്ക് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായത്, US ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി മക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡത്തിന്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ദി ബിഗിനിങ് ഓഫ് ദ ഇൻസർജൻസി അഗെയിൻസ്റ്റ് അമേരിക്ക ഇൻ ഇറാഖ്. അബൌട്ട് 3000 അമേരിക്കൻ സോൾജേഴ്സ് ആൻഡ് മെനി ഇറാഖി സോൾജേഴ്സ് ആ വാറിൽ മരണപ്പെട്ടു. എവ്രി വൺ ക്രിട്ടിസൈസ് ദ മൂവ് ഓഫ് അമേരിക്ക. അമേരിക്ക ഇത്തരത്തിൽ മൂവ് ചെയ്തതിന് എല്ലാവരും എന്ത് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം UN ഒരു സംസാരമോ അവരൊരു പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയായിരുന്നു ഈ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അമേരിക്കയുടെ ഹെജിമണിയാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അമേരിക്കയുടെ ഹെജിമണി എന്താ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, എക്കണോമിക് ഹെജിമണി ആണ് ആദ്യം നമുക്ക് പറയുന്നത്. എക്കണോമിക് ഹെജിമണിയാണ് ആദ്യം നമുക്ക് പറയുന്നത്. അതിൽ വേൾഡ്സ് ലാർജസ്റ്റ് എക്കണോമി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, at present America is one of the largest economy in the world. നമ്മളെ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടരാണ് ആര്, അമേരിക്ക. ഏറ്റവും കൂടുതൽ എക്കണോമി അവർക്കാണുള്ളത്. ദിസ് ഹ്യൂജ് സൈസ് ഓഫ് ദ എക്കണോമി ഇസ് എ സിംബൽ ഓഫ് അമേരിക്ക എക്കണോമിക് ഹെജിമണി. ഇത് നമുക്ക് എന്താ കാണിക്കുന്നത്, അമേരിക്കയുടെ എക്കണോമിക് ഹെജിമണിന്റെ ഒരു സിംബലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. One of the biggest 3 companies in every sector is always America's. അതായത് എല്ലാ സെക്ടറിലും ഒരു കമ്പനി, ഒരു പ്രധാനപ്പെട്ട ഒരു ബിഗ്ഗസ്റ്റ് 3 കമ്പനീസിൽ ഒന്ന് എന്തായിരിക്കും, അമേരിക്ക ഉണ്ടായിരിക്കും. നമ്മൾ എവിടെ പോയാലും മലയാളികളെ കാണുന്ന പോലെ. American companies are so big that in any sector one of the biggest 3 companies in always from America. ലോകത്തിലെ ഏറ്റവും വലിയ 3 പ്രധാനപ്പെട്ട കമ്പനീസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു കമ്പനി എന്തുണ്ടായിരിക്കും, അമേരിക്കയുടേത് ഉണ്ടായിരിക്കും. നോക്കിക്കേ, ഇനി നമ്മൾ ഡോളറിന്റെ ഡോമിനൻസ് ആണ് അടുത്തതായിട്ട് മക്കളെ പഠിക്കുന്നത്. അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, the price of all the currencies of the world is determined on the basis of the dollar, due to which the US dollar is one of the strongest currency. എന്താ ഇവിടെ പറയുന്നത്, ഡോളറിന്റെ ഡോമിനൻസ് ആണ് പറയുന്നത്. The price of all currencies of the world is determined on the basis of dollar ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വേൾഡിലെ എല്ലാ കറൻസിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. Due to which the US dollar ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള കറൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓൾ മേജർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. America has an important role in all international economic institution of the world, and it has the power of influence the economic policies of the world. എന്താ ഇവിടെ പറയുന്നത്, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ എക്കണോമിക് പവർ ഉള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട മേജർ ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിരുന്നു. ബിക്കോസ് അവരെന്താ എക്കണോമിക്കലി വളരെ
വെൽത്തി ആയിട്ടുണ്ടായിരുന്ന ഒരു കൺട്രി ആയിരുന്നു. ഇനി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമേരിക്കയുടെ എക്കണോമിക് ഹെജിമണിയാണ്. അപ്പൊ അമേരിക്കയുടെ ഓരോ തരത്തിലുള്ള ഹെജിമണി നമ്മൾ നോക്കുക. ഹെജിമണി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരിൽ നിന്ന് ഒരു പടി മുമ്പിലായിരിക്കും. ഫിനാൻഷ്യലി, എക്കണോമിക്കലി, സോഷ്യലി, കൾച്ചറലി എല്ലാം അവരെന്താണ്, മിലിറ്ററി ഒക്കെ അവരൊരു പടി മുന്നിലായിരിക്കും. അതിനെയാണ് നമ്മൾ ഹെജിമണി എന്ന്. പണ്ട് 2 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ഹെജിമണി ഡിസ്കസ് ചെയ്തിരുന്നു. ആര് തമ്മിലാണ്? US-ഉം USSR തമ്മിൽ. USSRന്റെ പതനത്തോട് കൂടെ ശേഷം US എന്ത് ചെയ്തു? ഉയർന്നു വന്നു. അപ്പൊ വേൾഡിൽ തന്നെ അമേരിക്ക എന്ത് ചെയ്തു? വലിയ ഹെജിമണിയായി മാറി. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്കണോമിക് അമേരിക്കൻ ഹെജിമണിയെ പറഞ്ഞു. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത എക്കണോമിക് ഹെജിമണിയാണ്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യണ മിലിറ്ററി ഹെജിമണിയാണ്. ഇവിടെ നോക്കിക്കേ, വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ആർമി ഇവർക്കുണ്ട് അല്ലെ. അമേരിക്കൻ കറന്റ്ലി ഹാസ് എ ലാർജസ്റ്റ് ആർമി ഇൻ ദ വേൾഡ്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ആർമി അമേരിക്കക്കാരുടേതാണ്. മിലിറ്ററി സ്പെൻഡിങ് ഓഫ് അമേരിക്ക ഈസ് മോർ ദാൻ ദ 12 countries below it. America spends more on its military than the total expenditure done by the 12 countries below it. അമേരിക്ക അവരുടെ കൂടുതൽ പൈസയും കാര്യങ്ങളും സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മിലിറ്ററിക്ക് വേണ്ടിയിട്ടാ. ഓഫ് കോഴ്സ് അമേരിക്കക്ക് പണ്ട് മുതലേ ആ ഒരു ഹെജിമണി ഉള്ളതാണ്. സോ സ്റ്റിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ബാലൻസ് നിലനിർത്തുന്നുണ്ട്. Then capable of hitting anywhere in the world. American military is not only a numerically large, അവരൊരു ന്യൂമറിക്കലി വലിയ ആയിട്ടുള്ള ഒരു ആർമി മാത്രമല്ല, but its capability and its quality are also among the highest in the world. അവരുടെ ക്വാളിറ്റി ആയാലും കാപ്പബിലിറ്റി ആയാലും മറ്റ് ഏതൊരു കൺട്രി എടുത്തു നോക്കിയാലും അതിൽ ഏറ്റവും കൂടുതൽ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കൺട്രി തന്നെയാണ് നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത്. at the forefront of both numbers and virtues. American military capability is not only high in terms of numbers but also in terms of quality. The US Army is one of the most powerful armies in the world. വേൾഡിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയ ആർമി എന്ന് പറയുന്നത് US ആർമിയാണ്. അത്രത്തോളം ആളുകൾ US ആർമിയിലുണ്ട്. ആളുകൾ ന്യൂമറിക്കലി മാത്രമല്ല, വളരെയധികം ക്വാളിഫിക്കേഷൻ ഉള്ളതും വളരെയധികം ക്വാളിറ്റി ഉള്ളതും കാപ്പബിലിറ്റി ഉള്ളതും എന്തൊരു അറ്റാക്ക് വന്നാലും ആര് വേണമെങ്കിലും ഹിറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉള്ളതാണ് US ആർമി എന്ന് പറയുന്നത്. ഇനി നമ്മളെ സ്ട്രക്ചറൽ ഹെജിമണിയാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ഹെജിമണി എന്ന് പറയുന്നത് നോക്കിയാൽ ഡിഗ്രി ഓഫ് MBA. ദ വേൾഡ് ഫേമസ് MBA ഡിഗ്രി വാസ് സ്റ്റാർട്ടഡ് ബൈ അമേരിക്ക. ആദ്യമായിട്ട് ലോകത്തിൽ MBA ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? അമേരിക്കയിലാണ്. കറന്റ്ലി ദിസ് ഡിഗ്രി ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഡിഗ്രി ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഡിഗ്രി എന്ന് പറയുന്നത് MBA ആണ്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? അമേരിക്കയിലാണ്. ദ കൺട്രോൾ of sea route. All existing sea route are maintained and controlled by the USA. USA എന്നല്ല, USA ആണ് എല്ലാ സീ റൂട്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? നമ്മുടെ USA ആണ്. അതേപോലെ ഇന്റർനെറ്റ് ഡിപ്പെൻഡൻസി. അറ്റ് പ്രസന്റ് ദ ഹോൾ വേൾഡ് ഈസ് ഡിപ്പെൻഡ് ഓൺ ദ ഇന്റർനെറ്റ് ആൻഡ് ദിസ് ഇന്റർനെറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ എ ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് അമേരിക്കൻ സാറ്റലൈറ്റ്. എന്താ ഇവിടെ പറഞ്ഞത്? ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഇന്റർനെറ്റ് ആണ്. ആ ഇന്റർനെറ്റിൽ ഒരു കൺട്രോള് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പ്രധാനപ്പെട്ട ഒരു ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് അമേരിക്കൻ സാറ്റലൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇന്റർനെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓൾ മേജർ ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടേഡ് ഇൻ ദ US. എല്ലാ മേജർ ഓർഗനൈസേഷനും എവിടെയാണ്? USAയിലാണ്. ഓൾ മേജർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലൊക്കേറ്റഡ് ഇൻ ദ വേൾഡ് ആർ ഹെഡ്ക്വാർട്ടേഡ് ഇൻ അമേരിക്ക ആൻഡ് മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് ഹു വർക്കിംഗ് ദം ആർ അമേരിക്കൻ. അധിക എംപ്ലോയീസ് എന്താണ്? അമേരിക്കൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനെയും ഹെഡ്ക്വാർട്ടേഴ്സ് എന്താണ്? അമേരിക്കയാണെന്നാണ് പറയുന്നത്, എല്ലാ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെയും. ഇനി കൾച്ചറൽ പരമായിട്ട് ഇവർക്ക് സാംസ്കാരികപരമായിട്ട് ഇവരുടെ ഡോമിനൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ദ ഇമ്പാക്ട് ഓഫ് അമേരിക്കൻ കൾച്ചർ ഓൺ അതർ കൺട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് മറ്റുള്ള കൺട്രീസിലേക്ക് ഇവർ കൊടുത്തത് നോക്കുകയാണെങ്കിൽ ദ പീപ്പിൾ ഓഫ് ദ ഓൾമോസ്റ്റ് ഓൾ ദ കൺട്രീസ് ലൊക്കേറ്റഡ് ഇൻ ദ വേൾഡ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ അമേരിക്കൻ വേ ഓഫ് ലിവിംഗ് ആൻഡ് വാണ്ട് ടു അഡോപ്റ്റ് ദ ലൈഫ് സ്റ്റൈൽ ലൈക്ക് പീപ്പിൾ ഓഫ് അമേരിക്ക. സോ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യുന്നുണ്ട്? അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അമേരിക്കൻ പീപ്പിളായി മാറാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇനി ബ്ലൂ ജീൻസ് ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ദ വേൾഡ് ഫേമസ് ബ്ലൂ ജീൻസ് ഒറിജിനേറ്റഡ് ഫ്രം അമേരിക്ക. നമ്മളെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്ലൂ ജീൻസ് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? ബ്ലൂ ജീൻസ് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? നമ്മുടെ അമേരിക്കയിലാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ.
മക്കളെ നോക്കിക്കേ, ഇനി നമ്മളെ കോൺസ്റ്റൻസ് ഓൺ അമേരിക്കൻ പവർ ആണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്ത്. സോ ഈ ഒരു പാഠഭാഗത്തിലൂടെ അമേരിക്ക എന്ന് പറയുന്നത് എത്രത്തോളം വലിയ സൂപ്പർ പവർ ആണെന്ന് മനസ്സിലായി. എല്ലാ മേഖലകളിലും സ്റ്റിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സൂപ്പർ പവർ ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രെയിൻസ് ഓൺ അമേരിക്കൻ പവർ ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് പറയുന്നത്, അമേരിക്കൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആർക്കിടെക്ചർ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റാക്കിൾ in the way of its supremacy. Power in America is divided between the three branches of the government. Therefore, military power cannot be fully യൂട്ടിലൈസ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാല് അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ ആണ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റാക്കിൾ ഇൻ ദ വേ ഓഫ് ഇറ്റ്സ് സൂപ്രിമസി. സൂപ്രിമസിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റാക്കിൾ അത് തന്നെയാണ്. പവർ ഇൻ അമേരിക്ക ഡിവൈഡഡ് ബിറ്റ്വീൻ ദ ത്രീ ബ്രാഞ്ചസ് ആയിട്ടാണ് അവരെ ഗവൺമെന്റ് പവർ ഇതാക്കിയിട്ടുള്ളത്. അതിൽ മിലിറ്ററി പവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തെങ്കിലും കനോട്ട് ബി ഫുള്ളി യൂട്ടിലൈസ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്. ഇനി അമേരിക്കൻ സൊസൈറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് അവർ വളരെ എഡ്യൂക്കേറ്റഡും അവെയറുമാണ്. Therefore, they can stop America by opposing the wrong use of military power. അതുകൊണ്ട് തന്നെ ഇവർ ആരെങ്കിലും ഒരു മിലിറ്ററി പവേഴ്സ് ചെയ്യുന്ന സമയത്ത് അത് റോങ് ആണെങ്കിൽ അത് ആർക്ക് പറയും ചെയ്യുന്നുണ്ട്, പീപ്പിൾസ് പറയുന്നുണ്ട്. അവര് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, അവെയർ ആണ്. നാറ്റോ ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാറ്റോ ഈസ് എ US ഓർഗനൈസേഷൻ. നാറ്റോ എന്ന് പറയുന്നത് ഒരു US ഓർഗനൈസേഷൻ ആണ്. അമേരിക്കാസ് എക്കണോമിക് ഇൻട്രസ്റ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ദിസ് ഓർഗനൈസേഷൻ. അമേരിക്കയുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് എന്താണ്, ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. ബിക്കോസ് ഓഫ് ദിസ് ദ കൺട്രീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ക്യാൻ സ്റ്റോപ്പ് അമേരിക്ക ഫ്രം ഡൂയിങ് സംതിങ് റോങ് ആൻഡ് ക്യാൻ കൺട്രോൾ അമേരിക്കൻ സൂപ്രീമസി. ബിക്കോസ് എന്താണ്, കൺട്രീസ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ, ഈ ഓർഗനൈസേഷനിലെ കൺട്രീസിന് എന്ത് സാധിക്കുന്നുണ്ട്, അമേരിക്ക സംതിങ് എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണെന്ന് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ അമേരിക്കൻ സൂപ്രീമസി കൺട്രോൾ ചെയ്യാനും, തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് റോങ് ആണെന്ന് പറയാനൊക്കെ ഇവർക്ക് സാധിക്കുന്നത്. അതാണ് നാറ്റോ എന്ന് പറയുന്നത്. അത് ഒരു US ഓർഗനൈസേഷൻ തന്നെയാണ് കേട്ടോ. ഇനി മക്കളെ, ഹൗ ക്യാൻ ഹെജിമണി ബി ഓവർകം? എങ്ങനെ ഈ ഹെജിമണി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഒന്ന് നോക്കിയാലോ. ഹൗ ക്യാൻ ഹെജിമണി ബി ഓവർകം അല്ലെ, ശ്രദ്ധിക്കണേ. ബാൻഡ് വാഗൺ സ്ട്രാറ്റജി നമുക്ക് ആദ്യം നോക്കാം. ബാൻഡ് വാഗൺ ഈസ് അബൌട്ട് ടേക്കിംഗ് the benefit of the superpower that is America is dominated now, then say with and taken advantage of its dominance. So ഈ ഒരു ഡോമിനൻസ് ഒരുപാട് അഡ്വാൻറ്റേജ് ആരെടുക്കുന്നുണ്ട്, അമേരിക്ക എടുക്കുന്നുണ്ട്. ഹൈഡിങ് ഫ്രം ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ബീങ് സൈലന്റ് ഫ്രം ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ക്യാൻ ഓൾസോ ബി വേ ടു അവോയ്ഡ് ഡോമിനേഷൻ. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാണ്, ഈ ഡോമിനേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എപ്പോഴും എന്ത് ചെയ്യണം, സൈലന്റ് ആക്കിയിട്ട് നമ്മൾ വെക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 10 ആൾക്കാരോട് പറഞ്ഞിട്ട് ചെയ്യാതെ നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ ചെയ്യാന്നാണ് അവിടെ അർത്ഥം. ഇറ്റ് ഈസ് അബൌട്ട് ടു ഡിസ്റ്റൻസ് യുവർ സെൽഫ് ഫ്രം അമേരിക്ക സോ ദാറ്റ് no one it is distance from America so much that none of its action have any effect on you. So നമ്മൾ എന്താ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യാം. But this policy can be good for small countries but it is almost impossible to do so for a big countries like India. So ചെറിയ കൺട്രീസിനൊക്കെ ഇത് എളുപ്പമാണെങ്കിൽ പക്ഷെ ഇന്ത്യ പോലുള്ള കൺട്രീസ് എന്താ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഒബ്വിയസ്ലി ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആയാലും ഒക്കെ എന്താണ് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തും. അപ്പൊ ഇന്ത്യ പോലുള്ള കൺട്രിക്ക് എന്താണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് ആശയങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചൊരു സൈലന്റ് ആയിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ അടുത്തൊരു മൂവ്മെന്റ് നമ്മളെ ഈ ഡോമിനൻസ് നമുക്ക് ലൈഫിൽ ഒരുപാട് ആളുകൾ നമ്മളെ പലപ്പോഴായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും അല്ലെ. സോ ആ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാറി നിൽക്കുക. അത് നമ്മൾ അടുത്ത മൂവ് എന്താ ചെയ്യുന്നത് അവരെ അറിയിക്കരുത്. നമ്മൾ ആ മൂവ് ഇവർ ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ മെനക്കെട്ടത്, അവർക്ക് തോന്നണം, അവർക്ക് എന്ത് ചെയ്യണം, തോന്നണം. അപ്പൊ ആ തോന്നൽ ആര് ക്രിയേറ്റ് ചെയ്യണം, നമ്മളെ ക്രിയേറ്റ് ചെയ്യണം. ആ തോന്നൽ ആര് ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഒരാളെ ഡോമിനൻസ് നമ്മളെ മേൽക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, സൈലന്റ് ആയി മാറി നമ്മളെ ഇന്റേണൽ പൊളിറ്റിക്സ് ദാറ്റ് മീൻസ് നമ്മളെ എയിമും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാം. സോ അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് ഇവരിങ്ങനെയായിരുന്നു ചിന്തിച്ചത്. പക്ഷെ നമുക്ക് എന്താണ് ചെറിയ കൺട്രീസിനൊക്കെ സാധിക്കും, ലൈക്ക് നമുക്കൊക്കെ അങ്ങനെ ചെയ്തു പോകാം. പക്ഷെ ഇന്ത്യ പോലുള്ള വലിയ കൺട്രീസ് ഉണ്ട് ആ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് നടക്കാൻ വേണ്ടി അതൊക്കെ സൈലന്റ് ആക്കി വെക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാട്ടോ.
ഇനി ഇവിടെ നോക്കിയേ, അലയൻസ് ഓഫ് ഇന്ത്യയാണ് അടുത്തതായിട്ട് പറയുന്നത്. അലയൻസ് ഓഫ് ഇന്ത്യ, റഷ്യ ആൻഡ് ചൈനയാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മെനി സ്കോളേഴ്സ് ബിലീവ് ദാറ്റ് ഇന്ത്യ, റഷ്യ, ചൈന can balance the power of America by forming an alliance. But the formation of the alliance does not seem possible because at the present of there is no cooperation between this country. So എപ്പോഴും ഈ സ്കോളേഴ്സ് പറയുന്ന, ഈ സ്കോളേഴ്സ് ബിലീവ് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയും റഷ്യയും അതേപോലെ തന്നെ ചൈനയും എന്താണ് ഒരു ബാലൻസ്, ഇവരെ പവർ എന്താ ഒരു ബാലൻസ് ചെയ്ത് വെക്കുകയാണ്. ബിക്കോസ് ഈ ഒരു അമേരിക്ക ആയിട്ട് ഒരു അലയൻസ് ഒക്കെ ആക്കാൻ വേണ്ടി ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ എന്താണ് ഈ ഒരു അലയൻസിന്റെ ആ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാലത്തെ പോസിബിൾ ആയിരുന്നു. കാരണം ഇപ്പോഴും എന്താണ് നമ്മളെ റഷ്യയും ചൈനയും ഇന്ത്യ ആയിട്ടൊന്നും നല്ല റിലേഷൻ ഒന്നല്ല. അപ്പൊ നല്ല റിലേഷനിലൊന്നും നല്ല കോപ്പറേഷനിലല്ല ഇവർ മുന്നോട്ട് പോകുന്നത് അല്ലെ. ഇനി കോയിലേഷൻ ഓഫ് ഇന്റലക്ച്വൽ ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ആൻ ഓർഗനൈസേഷൻ ക്യാൻ ബി ഫോംഡ് വിത്ത് പീപ്പിൾ ഓഫ് ദ മീഡിയ, സിറ്റിസൺ ഓഫ് അമേരിക്ക ആൻഡ് ദ ഇന്റലക്ച്വൽ. എന്താണ് കോയിലേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ആണ്. അത് ഫോം ചെയ്ത് ആരൊക്കെയാണ്? പീപ്പിൾ ഓഫ് ദ മീഡിയയിലെ പീപ്പിൾ, സിറ്റിസൺസ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ സിറ്റിസൺസും ഇന്റലക്ച്വലും എല്ലാവരും കൂടെ ചേർന്ന് ഫോം ചെയ്താണ് കോയിലേഷൻ ഓഫ് ഇന്റലക്ട്. ഹു ക്യാൻ റിവ്യൂ അമേരിക്കൻ പൊളിറ്റിക്സ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അമേരിക്കൻ പൊളിറ്റിക്സിന്റെ റിവ്യൂ നോക്കും. അതേപോലെ സപ്പോർട്ട് ഇറ്റ്സ് റൈറ്റ് ഡിസിഷൻ ആൻഡ് ഒപ്പോസ് ഇറ്റ്സ് റോങ് ഡിസിഷൻ. അവരുടെ റൈറ്റ് ഡിസിഷൻ സപ്പോർട്ട് ചെയ്യുകയും റോങ് ഡിസിഷൻ എന്ത് ചെയ്യുക, ഒപ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് കോയിലേഷൻ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി അമേരിക്കയും ഇന്ത്യയും വരുന്ന സമയത്ത്, due to this closeness between India and the Soviet Union, the relation between American and Indian have been bad from the beginning. പക്ഷെ എന്താണ് തുടക്ക കാലഘട്ടത്തിൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു 20 വർഷത്തോളം. അപ്പം ആ ഒരു സമയത്ത് US-ന്, അതായത് അമേരിക്കക്ക് ഇന്ത്യയായിട്ട് ഒരു ബാഡ് ബന്ധമായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ എന്താണ് ആഫ്റ്റർ ദ ഡെസൊല്യൂഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ 1991 എന്താ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടെ ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അമേരിക്ക, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ റിലേഷൻ എന്ത് ചെയ്തു, ഇംപ്രൂവ് ചെയ്തു. എന്താണ് പ്രസന്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അമേരിക്ക ആർ ക്വൈറ്റ് ഗുഡ്. ഇപ്പൊ അവരെന്താ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ. ഇനി നോക്കിക്കേ, ഫീച്ചേഴ്സ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അമേരിക്ക. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 65% ഓഫ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടഡ് ടു US. അതെന്താണ് പറയുന്നത്? സോഫ്റ്റ്വെയർ കമ്പനീസ് ഇൻ ഇന്ത്യ എക്സ്പോർട്ടർ മോർ ദാൻ 65% ഓഫ് ദർ പ്രൊഡക്ഷൻ ടു ദ US. അത് അവർ തമ്മിലുള്ള റിലേഷന്റെ ഒരു ഫീച്ചറാണ്. അടുത്തത് എന്താണ്? മോർ ദാൻ 35 ഓഫ് ദ എംപ്ലോയീസ് ഇൻ ദ US എയർക്രാഫ്റ്റ് കമ്പനി ബീങ് ആർ ഇന്ത്യൻസ്. US-ലെ എയർക്രാഫ്റ്റ് കമ്പനിയിലെ എന്താണ് എയർക്രാഫ്റ്റ് കമ്പനിയിലെ 35 എംപ്ലോയീസും എന്താണ് ഇന്ത്യൻസ് ആണ്. ദെൻ ദർ ആർ മോർ ദാൻ 3 lakh ഇന്ത്യൻ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ സിലിക്കൺ വാലി വിച്ച് ഈസ് കോൾഡ് ദ ഹബ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ഹബ്ബായിട്ടുള്ള നമ്മുടെ സിലിക്കൺ വാലിയിൽ 3 lakh ഇന്ത്യൻ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ അമേരിക്കൻ കമ്പനീസ്. ഇന്ത്യൻസ് ആർ ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു മെനി ബിഗ് കമ്പനീസ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ ഒരുപാട് കമ്പനീസിലെ ബിഗ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യക്കാരാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിളിന്റെ സുന്ദർ പിച്ചി ഒക്കെ എന്താണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 2 ചാപ്റ്ററിനും പഠിക്കാനുള്ളത്. സോ മിസ് എന്റെ മക്കൾക്ക് ഇന്ന് 2 ചാപ്റ്ററും പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റിയും അതേപോലെ തന്നെ US ഹെജമണി ഇൻ വേൾഡ് പൊളിറ്റിക്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ഈ 2 ചാപ്റ്റേഴ്സും എന്റെ മക്കൾക്ക് മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.